നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് +1 കെമിസ്ട്രിയിലെ ഓർഗാനിക് ആണ്. അതായത് ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ GOC കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഹൈഡ്രോ കാർബൺസ്. കുറെ നെയിം റിയാക്ഷൻസും കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ബെൻസീൻ റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു രസകരമായ ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഹൈഡ്രോ കാർബൺസ് ഒരുപാട്, അതായത് നമ്മൾ അടുത്ത വർഷം പഠിക്കാൻ പോകുന്നത്, അതായത് അടുത്ത വർഷം ഉദ്ദേശിക്കുന്നത് +1 കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ അവർ +2 പഠിക്കുന്ന ആൽക്കഹോൾസ്, അതുപോലെ ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, ഇതൊക്കെ കണക്ഷൻ വരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അത് ഒരുപാട് കണക്ഷൻ വരുന്ന ചാപ്റ്റർ ആണ് ഇത് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസ്. നീറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന 2 മുതൽ 3 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. അതായത് ഒരു ബേസ് ആണ് ഈ ചാപ്റ്റർ, അതായത് ഓർഗാനിക് കെമിസ്ട്രി ബേസ്. അതായത് നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈഡ്രോ കാർബൺ എന്നാണ് പറയുക. നിങ്ങൾ ഹൈഡ്രോ കാർബൺ ഓക്സൈഡ് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. ആൽക്കഹോളിനെ ഓക്സൈഡ് ആൽഡിഹൈഡ് കിട്ടും. അങ്ങനെ അങ്ങനെ കണക്ഷൻ സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോ കാർബൺ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നിങ്ങൾ വൃത്തിക്ക് പഠിക്കും. ഓരോ ഐസോമറിസം ഉണ്ട് ഒക്കെ ഞാൻ കൃത്യമായി പറഞ്ഞുതരും. നിങ്ങൾ എന്റെ കൂടെ NCERT ഓറിയന്റഡ് പഠിക്കാം. NCERT ഓറിയന്റ് നിങ്ങൾ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, നിങ്ങൾ എന്ത് ചെയ്യാം, നീറ്റ് എക്സാം കിട്ടണം NCERT ഓറിയന്റഡ് പഠിക്കണം. സെറ്റ് ആക്കണം. നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, സെറ്റ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾ അവസാന സമയത്തായിരിക്കും, എനിക്കറിയാം നിങ്ങൾ അവസാന സമയത്താണെന്നുള്ളത്, വളരെ മികച്ച സമയങ്ങളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്, ടെല്ലാ ക്ലാസ്സസ് ആപ്പ് ഉണ്ട്. ടെല്ലാ ക്ലാസ്സസ് ആപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് TRP, എല്ലാ റിവിഷൻ പ്രോഗ്രാം. ഇതിന് ആക്ച്വലി വെച്ചാൽ അവസാന ലാപ്പിൽ അല്ലെങ്കിൽ അവസാന സമയത്തൊക്കെയുള്ള കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും. നീറ്റിന്റെ ഒക്കെ ലാസ്റ്റ് പ്രിപ്പറേഷൻ സമയത്തുള്ള കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഈ ടെല്ലാ റിവിഷൻ പ്രോഗ്രാം വളരെ യൂസ്ഫുൾ ആണ്. എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സുകൾ, എന്തൊക്കെ ഫീച്ചേഴ്സുകൾ? ഒന്ന് എന്താ വെച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് സീരീസ്. ടെലിവിഷൻ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ് എന്ന് പറയുന്നത്. ഈ ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ നമ്മൾ ഈ വളരെ കൺസൈസ്ഡ് ആയിട്ടുള്ള വൺ ഷോട്ട് വീഡിയോസുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വൺ ഷോട്ട് വീഡിയോസുകൾ. വൺ ഷോട്ട് വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചാപ്റ്ററിനെ എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ, അതായത് ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പം ആൽക്കഹോൾ ആൻഡ് ഫിനോൾസ് എന്നുള്ള ചാപ്റ്റർ NCERT വായിച്ച് പഠിക്കുന്ന ഒരു 4-5 മണിക്കൂർ എടുക്കുന്നു വിചാരിക്കും. ഓൾറെഡി അല്ല പഠിച്ചിരിക്കുന്ന ചാപ്റ്റർ, ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ വൺ ഷോട്ട് വീഡിയോ എടുക്കുന്നു, പെട്ടെന്ന് ഇവിടെ നിന്ന് കാണുന്നു, നമ്മൾ ഇന്ന് കാണുന്നു, എല്ലാം റിവൈസ് ചെയ്യുന്നു, പോകുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു 100ഓളം ചോദ്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നമ്മൾ പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള പ്രീമിയം ഫാക്കൽറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന 100ഓളം ചോദ്യങ്ങളും നമ്മൾ അതിനോട് സോൾവ് ചെയ്യും. അത് മാത്രം സോൾവ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് സീസണിൽ വരുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കല്യാണ പ്രോഗ്രാമിൽ മറ്റൊരു ഫീച്ചറാണ് എന്ത്, പേഴ്സണൽ വൺ ടു വൺ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാം പോലുള്ള ഒരു കോമ്പറ്റീവ് എക്സാം എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മാനസികമായുള്ള, അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആവുക എന്നുള്ളത്. മെന്റലി ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് മെന്റർ ഉണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു ഗൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെന്റർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് നിങ്ങളെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ മാർക്കൊക്കെ കൂടും, ബെറ്റർ ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ. അപ്പം ഇതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ഫ്യൂച്ചർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ് ആപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം TRP പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ, അതായത് നല്ല ക്വാളിറ്റിയുള്ള, നല്ല പാറ്റേൺ ഫോളോ ചെയ്യുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആപ്പിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. അത് നിങ്ങൾ എക്സാംസ് മാക്സിമം എത്ര എഴുതുന്നു അത് അത്രത്തോളം നിങ്ങൾ റാങ്ക് എൻഹാൻസ് ചെയ്യും, മാർക്ക് കൂടും, ഇംപ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് നല്ല നല്ല കോളേജ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സെൻട്രൽ നമ്മുടെ എയിംസ് ഡൽഹി പോലെയുള്ള പ്രസ്റ്റീജിയസ് കോളേജുകളിൽ, അതേപോലെ നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ജിപ്മർ, അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജ് ഏതാണോ അവിടെ നിങ്ങൾ ഡ്രീം കോളേജിൽ ആപ്രോണും സ്റ്റെപ്പൊക്കെ ഇട്ട് പഠിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടോപ്പിക് എടുക്കാം. ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഹൈഡ്രോ കാർബൺ ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി എന്നാണ് പറയാം. അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണ്, ഗ്ലൂക്കോസ്, ഹൈഡ്രോ കാർബൺ. കാർബൺ ഹൈഡ്രജൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടിൽ വിളിക്കുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നു. അത്രയുള്ള കാര്യം, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. നമ്മൾ കാണുന്ന ഒരുപാട് സാധനങ്ങൾ എന്താണ്, ഹൈഡ്രോ കാർബൺസ് അല്ലടാ, ഹൈഡ്രോ കാർബൺസ് ആണ്. യെസ് അല്ലേ, ഹൈഡ്രോകാർബൺ ആർ ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി എന്നാണ് പറയാം. ഹൈഡ്രോകാർബൺസ് ആർ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എനർജി. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്ക് ഓരോ കാര്യങ്ങളും പറയാം. ഇതിനകത്ത് ഒരുപാട് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കണം. NCERT വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാം. അപ്പൊ നമുക്ക് NCERT വായിച്ചൊരു കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ കുറെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വായിച്ചു നോക്കണം. LPG is used as a domestic fuel with the least pollution. കെറോസിൻ ഓയിൽ ആൾസോ ഈസ് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂൽ ബട്ട് ഇറ്റ് കേസസ് പൊല്യൂഷൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഇൻസ്റ്റന്റ് ആദ്യത്തെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് എന്താ ഇമ്പോർട്ടന്റ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം കൂടി വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട,
പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊന്നും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇനി എന്താണ് ചോദ്യം? ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോ കാർബൺ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഹൈഡ്രോ കാർബൺ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈഡ്രോ കാർബൺസിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് 3 ടൈപ്പ് ആൾക്കാർ? ഒന്ന് ഒന്ന് ആൽക്കൈൻസ് ആണ്. ഒന്ന് ആൽക്കൈൻസ് ആണ്. പിന്നെ ആരാണ്? ആൽക്കീൻസ് ആണ്. ആൽക്കീൻസ്. പിന്നെ ആരുണ്ട്? ആൽക്കൈൻസ് ഉണ്ട്. അപ്പൊ ആരൊക്കെയുള്ളത്? ആൽക്കൈൻസ് ഉണ്ട്, ആൽക്കീൻസ് ഉണ്ട്, ആൽക്കൈൻസ് ഉണ്ട്. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് മാത്രമല്ല ഹൈഡ്രോ കാർബൺ ഉള്ളത്. ഒരാളും കൂടി നിങ്ങൾക്ക് അഡീഷണൽ പഠിക്കണം. ഇത് മാത്രമല്ല ആരാണത്? അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ കൂടി ഉണ്ട്. അപ്പോൾ ആരൊക്കെയുണ്ട് മക്കൾ? ആൽക്കൈൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഇനി മക്കൾ ആൽക്കൈൻസ് എന്ന് പറയുമ്പോൾ എന്താണത്? സിംഗിൾ ബോണ്ട് ആയിരിക്കും. എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കീൻസ് ആണെങ്കിലോ ഡബിൾ ബോണ്ട് ആയിരിക്കും. ആൽക്കൈൻസ് ആണെങ്കിലോ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഇല്ലേ? ഇനി ആൽക്കൈൻസിന് മാത്രം വിളിക്കുന്ന പേരാണെന്ത്? സാച്ചുറേറ്റഡ് എന്ന് പറയും. സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാർ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ്. ബാക്കി ആൽക്കീൻസും ആൽക്കൈൻസും എന്താണ്? അൺസാച്ചുറേഷൻ, അതായത് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം സെറ്റപ്പ് ആക്കണം. അതായത് ഒരു എല്ലാ കുട്ടികളും പറയുന്നത് ഈ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഈ 3 കോളംസ് ഉണ്ടാക്കുക. ഒരു ഇക്വേഷൻ ബുക്ക് അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഇക്വേഷൻ ബുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹാൻഡ് പോക്കറ്റ് നോട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബുക്ക് ഉണ്ടാക്കുക. എല്ലാ ബുക്ക് ഓർഗാനിക് കെമിസ്ട്രി നിർത്തുന്ന ഒരു ബുക്ക് ഉണ്ടാക്കിയിരിക്കുക. റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു നെയിം ഓഫ് റിയാക്ഷൻ എന്നുള്ള ഒരു ഭാഗം കൊടുക്കാം. നെയിം ഓഫ് റിയാക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യാം? നെയിം ഓഫ് റിയാക്ഷൻ കൊടുക്കുക ഒരു ഭാഗത്ത്. ഒരു മിനിറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുന്ന ഷോർട്ട് കട്ട് ആണ്, നല്ലൊരു ഐഡിയ. എങ്ങനെ നമുക്ക് ഈസിലി ഓർഗാനിക് സെറ്റ് റിവൈസ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ നെയിം ഓഫ് റിയാക്ഷൻ എന്ന ഭാഗം ഒരു ഒരു ഭാഗത്ത് എഴുതി വെക്കുക. നെയിം ഓഫ് റിയാക്ഷൻ ഒരു കോളം ഉണ്ടാക്കുക. കോളം ഉണ്ടാക്കണമെന്നില്ല, സ്പേസ് ഇട്ടാലും മതി. NCERT അണ്ടറിലാണ്, NCERT ബേസിസ് ആണ് പറയുന്നത് കേട്ടോ മക്കളെ. റിയാജന്റ് എന്ന് എഴുതുക. റിയാജന്റ്. അപ്പോൾ ആദ്യം നെയിം ഓഫ് റിയാക്ഷൻ എഴുതുന്നു, പിന്നെ റിയാജന്റ് എഴുതുന്നു, പിന്നെ ആ റിയാക്ഷന്റെ പേര്, ആ റിയാക്ഷൻ എന്താണ് സംഭവം. അപ്പൊ നമുക്ക് ഓരോ റിയാക്ഷൻ പേര് നെയിം ഓഫ് റിയാക്ഷൻ എഴുതുന്നു, ആ റിയാജന്റ് എഴുതുന്നു, ഏത് റിയാജന്റ് ആകും, ആ റിയാക്ഷൻ എന്താണ്. അപ്പൊ നിങ്ങൾ അവസാന സമയത്ത് എക്സാമിന് തലേന്നൊക്കെ അല്ലെങ്കിൽ രാവിലെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബുക്ക് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു പേജ് അല്ലെങ്കിൽ ഈ ഒരു പോക്കറ്റ് നോട്ട് അല്ലെങ്കിൽ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് റിയേജന്റും റിയാക്ഷനും നെയിം ഓഫ് റിയാക്ഷൻ ഒക്കെ മനസ്സിൽ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ABCD കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രോമിൻ CCl4 അല്ലെങ്കിൽ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാൻ പറ്റും ആൽക്കഹോളിക് AOH, ആൽക്കഹോളിക് OH ബീറ്റ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ്, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, HCl, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം മെറ്റൽ പ്ലസ് HCl ഇങ്ങനെ ഓരോ റിയേജൻസുകൾ, സോഡിയം എത്തനോൾ റെഡ്യൂസിങ് ഏജന്റ് ആണ്, ലിഥിയം ഹൈഡ്രജൻ ഏജന്റ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഓരോ റിയേജൻസുകൾ കാണുമ്പോൾ റിയാക്ഷൻ ഏതാണ് അല്ലെങ്കിൽ അതിന്റെ പേര് റിയാക്ഷന്റെ പേരെന്താണ്? പലേഡിയം പേര് ബേരിയം സൾഫേറ്റ് എന്താണ്? റോസമ്മണ്ട് റിഡക്ഷൻ ആണ്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റോസമ്മണ്ട് റിഡക്ഷന്റെ പേര് ഇത് കണക്റ്റഡ് ആക്കി പഠിച്ചു വെക്കണം നിങ്ങൾ. കണക്റ്റഡ് ആക്കിയത്. അപ്പൊ അതിന് റിയാക്ഷൻ ബുക്ക് ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചാലും മതി. ഇല്ല, അപ്പൊ നിങ്ങൾ കൃത്യമായി പേപ്പറിനേക്കാൾ ബെറ്റർ ബുക്കാണ്. കാരണം നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കും. അത് റിവൈസ് ചെയ്യാനൊക്കെ സുഖമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു സാധനം എഴുതി വെക്കുക. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണത്? ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് ക്ലാസ് കണ്ടതിന് ശേഷം ഫില്ല് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൽക്കീൻസും ഒക്കെ പറഞ്ഞു. നെയിമിംഗ് നമ്മൾ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിന്റെ അണ്ടറിൽ വരുന്ന നെയിമിംഗ് നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കും നിങ്ങളെ. അപ്പൊ നിങ്ങൾ ഇവിടെയും ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് നെയിമിംഗ്സ് നോക്കാം. പിന്നെ അതിന് മുമ്പേ നമ്മൾ NCERT പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം NCERT വിട്ടൊരു കളിയില്ലടാ. നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ നമ്മൾ NCERT ഫോളോ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ആൽക്കെയിൻസ് ആണ് ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. നിങ്ങൾക്ക് എല്ലാവരും ആൽക്കെയിൻസ് ജനറൽ ഫോർമുല എന്താണ്? ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ CnH2n+2 ആണ്. CnH2n+2. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻ എന്താണ്? CnH2n+2. CnH2n+2 എന്ന് പറയും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ മക്കളെ ആൽക്കീനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ പറയുന്നത്? ആൽക്കീൻ്റെ മറ്റൊരു പേരാണ് പാരഫീൻസ്. വിളിക്കുക പാരഫീൻസ്. അതായത് താല്പര്യമില്ല, പാര അഫീൻസ്. അഫീൻസിന് ഇഷ്ടം അത് എന്താണ്? ഇങ്ങനെ പറയാം, നമുക്ക് അഫിനിറ്റി വളരെ കുറവാണ്. അഫിനിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കീൻസ് എന്ന് പറയുന്നത്. പാരഫീൻസ് ആണ്. അപ്പം ആരാണ് പാരഫീൻസ് എന്ന് പറഞ്ഞാൽ അത് ആൽക്കീൻസ് ആണ് കേട്ടോ. അത് റിയാക്ഷൻ ഒന്നും പങ്കെടുക്കാത്ത താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ
അതിനെ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് ആണ്. ദ ഹൈഡ്രോകാർബൺ ആർ ഇനേർട്ട് അണ്ടർ ദ നോർമൽ കണ്ടീഷൻ. ദേ ഡു നോട്ട് റിയാക്ട് വിത്ത് ആസിഡ് ബേസ് ആൻഡ് അതർ റിയാജൻസ്. അപ്പോൾ ആസിഡ് അത്രത്തോളം റിയാക്റ്റീവ് ഇല്ല എന്നാണ് ഇത് പറയുന്നത്. ശരി, അപ്പോൾ പാരഫിൻസ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കാം. ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ CnH2 എങ്ങനെ ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കേ, ഓരോ ഫാമിലി വരും, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും നമുക്ക്. നമുക്ക് ഹോമോലോഗസ് സീരീസ് കാണിച്ചത് CnH2n+ പറയുമ്പോൾ കാർബണിന്റെ എണ്ണം ഒന്നാണെന്ന് വിചാരിക്കും. എന്നിന് വാല്യൂ ഒന്നെന്ന് വിചാരിക്കും. അപ്പൊ എന്തെങ്കിലും C1H2n+2, അപ്പൊ CH4 എന്ന് കിട്ടും. റെഡിയല്ലേ? ഇനി അടുത്ത് എന്നിന്റെ വാല്യൂ 2 ആണെങ്കിൽ CH2 6 എന്ന് കിട്ടും. ഇനി 3 ആണെങ്കിലോ C3H8 എന്ന് കിട്ടും. ഇങ്ങനെ പോകും. റെഡിയല്ലേടാ? റെഡിയല്ലേ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഇവിടെ ഡിഫറൻസ് എത്രയാടാ? ഡിഫറൻസ് എത്രയാണ്? CH4ഉം C2H6 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? CH2 അല്ലേ? ഇത് ഡിഫറൻസ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ CH4ഉം C2H6 ഡിഫറൻസ് ആണ്. C2H6ഉം C2H8 ഡിഫറൻസ് CH2 അല്ലേ? അവരൊക്കെ ഒരേ സെയിം ഡിഫറൻസ് കീപ്പ് അപ്പ് ചെയ്യുന്ന ഫാമിലികൾ വിളിക്കുന്ന ഹോമോലോഗസ് സീരീസ് എന്ന് പറയും. അതായത് CH2 ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. അതിനെ വിളിക്കുന്ന ഹോമോലോഗസ് സീരീസ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആൽക്കെയിൻസ് ഹോമോലോഗസ് സീരീസ് വരുന്നത്, അതായത് CH4, CH2H6, C3H8 ഒക്കെ ഹോമോലോഗസ് സീരീസ് വരുന്ന ആൾക്കാരാണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? യെസ്, ദാറ്റ്സ് എ തിങ്. ഇനി മക്കളെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ NCERT ഓറിയന്റഡ് നമ്മൾ പോകുന്ന കേട്ടോ മക്കളെ. NCERT അകത്തുള്ള കാര്യങ്ങളാണ്. ഇനി മക്കളെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന CH4ന്റെ അല്ലെങ്കിൽ മീഥേൻ എന്ന് പറഞ്ഞ CH4 ആണ്. അയാൾ ഹൈബ്രിഡൈസേഷൻ ആണ്. കാർബൺ, ഇവിടെ കാർബൺ ഉണ്ടല്ലോ, ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? ഓൾറെഡി കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3 ആണ്. അതായത് ബോണ്ട് ആംഗിൾ എന്താണ്? എല്ലാ ടെട്രാഹീഡ്രലാണ്, ടെട്രാഹീഡ്രലായിരിക്കും. അതേപോലെ തന്നെ ഇവന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 109.5 ഡിഗ്രിയാണ്. 109.5 ഡിഗ്രിയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നോമൻ ക്ലാച്ചർ എന്ന് പറയും. നോമൻ ക്ലാച്ചർ ഐസോമേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അത് പഠിക്കുന്നുണ്ടായിരിക്കും. എനിവേ ജസ്റ്റ് നോക്കിയേക്കാം, നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഇതാണ് മക്കളെ, ഇതാണ് ബ്യൂട്ടൈൻ. ഇതാണല്ലോ നിങ്ങൾ ബ്യൂട്ടൈൻ, C4H10 എന്ന് പറയും. ബ്യൂട്ടൈൻ. ഈ ബ്യൂട്ടൈന്റെ മറ്റൊരു ഐസോമർ ആണ് ഇത് 2-methyl propane എന്ന് പറയും. ഇതും തന്നെയാണ് C4H10 തന്നെയാണ്. C4H10 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ പെന്റേൻ ഉണ്ട്. പെന്റേൻ ഐസോമർ ആണ് 2-methyl butane എന്ന് പറയുന്നത്. കാരണം പെന്റേൻ എന്ന് പറയുമ്പോൾ എന്താണ്? പെന്റേൻ എന്ന് പറയുമ്പോൾ പെന്റേൻ എന്ന് പറയുമ്പോൾ C5H12 ആയിരിക്കും അല്ലേ? നോക്കിയ മക്കളെ, 1 2 3 4 5 കാർബൺ, 3 കാർബൺ, 5 കാർബൺ, 7 കാർബൺ, 9 കാർബൺ, 12 കാർബൺ. അപ്പോൾ അതാണ് C5H12. ഈ 2-methyl butane എന്ന് പറയുമ്പോൾ എന്താണ്? 2-methyl butane എന്ന് പറയുമ്പോൾ നോക്കിയ മക്കളെ, 1 2 3 4 കാർബൺ, ഇവിടെ 5 കാർബൺ ആയി. ഇവിടെ 3, അതുപോലെ ഇവിടെ എന്താണ്? ഇവിടെ 3, ഇവിടെ 3, 6 ആയി. പിന്നെ 7, 9, 11, 12. എന്താണ് ഈ പറയുന്ന പെന്റേനും അതേപോലെ തന്നെ മക്കളെ, പെന്റേനും അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന 2-methyl butaneനും എന്താണ്? ഐസോമേഴ്സ്. അതേപോലെ തന്നെ മക്കൾ എന്താണ്? അതേപോലെ ബ്യൂട്ടൈനും അതേപോലെ എന്താണ്? 2-methyl propaneനും എന്താണ്? ഐസോമേഴ്സ്. അവരെന്താടാ? സ്ട്രക്ചറൽ ഐസോമേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഐസോമേഴ്സ് ഓരോ തരത്തിലും സ്ട്രക്ചറൽ ഐസോമർ, പൊസിഷൻ ഐസോമർ, ഫംഗ്ഷൻ ഐസോമർ ഒക്കെ ഉണ്ട്. ഇതെന്താണ്? സ്ട്രക്ചറൽ ഐസോമർ ആണെന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. എന്താ ഇമ്പോർട്ടന്റ് ആയ കാര്യം? അതായത് മക്കളെ, നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി എന്ത്, സെക്കൻഡറി എന്ത്, ടെർഷറി എന്ത്. പ്രൈമറി ആൽക്കൈൻ എന്ത്, സെക്കൻഡറി ആൽക്കൈൻ എന്ത്, ടെർഷറി ആൽക്കൈൻ എന്ത് എന്നുള്ള കാര്യമൊക്കെ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. പ്രൈമറിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ നോക്കിയേ, ഈ ഒരു കാർബൺ ആറ്റം അല്ലേ, ഇയാൾ പ്രൈമറി ആണോ സെക്കൻഡറി ടെർഷറി ആണോ? ഇയാൾ പ്രൈമറി ആണോ? ഒരു കാര്യം പറയാം. കാർബൺ ഇങ്ങനെ പോകാൻ. ലെറ്റ്സ് സേ ഞാൻ ഉദാഹരണം പറയാം. ഈ ഒരു കാർബൺ ആറ്റം സിമ്പിൾ ഇങ്ങനെ തോന്നും. ഇവിടെ ഒരു ലെറ്റ്സ് സേ എക്സ് എന്ന് കൊടുത്തു. ചോദിക്കുകയാണ് എക്സ് പ്രൈമറി ആണ്, എക്സ് കാർബൺ ആറ്റം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി? നിങ്ങൾ എന്താ ആൻസർ പറയാം? എക്സ് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ ടെർഷറി ആണോ? അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ് പ്രൈമറി എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുക. എന്താണ് പ്രൈമറി? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്താണ് പ്രൈമറി എന്ന് വെച്ചാൽ, പ്രൈമറി കാർബൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഈ കാർബൺ ആറ്റം ഇവരുമായിട്ടല്ലേ അറ്റാച്ച്മെന്റ് ഉള്ളൂ? ആണ്. ഇവൻ എന്താണ്? പ്രൈമറി കാർബൺ ആറ്റമാണ്. സോ ഈ കാർബൺ എന്താണ്? പ്രൈമറി ആണ്. ഇവനെന്താണ്? പ്രൈമറി ആണ് അല്ലെ? ഈ കാർബൺ ആറ്റം എന്താ? അവൻ സെക്കൻഡറി. അവൻ 2 കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഇവൻ ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതായത് മക്കൾ നോക്കിയേ, ഇവൻ എന്താണ്? ഈ ചങ്ങായി, ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ കാർബൺ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്? ആരൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഇയാളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്, അതേപോലെ ഇയാളുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ എന്താണ്? അത് സെക്കൻഡറി ആണ്. അപ്പം നിങ്ങൾ പ്രൈമറി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അവന് ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഒരു കാർബൺ ആറ്റോമായിട്ട്, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി. കാരണം CH4 മിഥൈന് വേറെ കാർബൺ ആറ്റോമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ കാർബൺ എന്താ? അതും പ്രൈമറിയാണ്. അതേപോലെ നമുക്ക് നോക്കിക്കേ, ഇങ്ങനെ പോവാണ്. ഈ കാർബൺ ആറ്റം എന്താണ്? സെക്കൻഡറിയാ. കാരണം എന്താ? ഇവൻ ഈ കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇനി നോക്കിക്കേ, ഇങ്ങനെയാണെങ്കിലോ ഇവൻ എന്താണ്? ടെർഷറി. കാരണം എന്താണ്? ഈ കാർബൺ ആറ്റം എന്തുണ്ട് മക്കളെ?
ഈ കാർബണാറ്റത്തിനും ഇത് അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ എന്താണ് ടെർഷറി ആണ്. എന്താണ് ടെർഷറി. അപ്പൊ പ്രൈമറി എന്ത്, സെക്കൻഡറി എന്ത്, ടെർഷറി എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഈ കാർബണാറ്റം എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി. ഇത് ക്വാട്ടർണറി എന്താണ്, ക്വാട്ടർണറി ആണ്. മക്കൾ മനസ്സിലാവുന്നുണ്ടോ? സെറ്റ് അല്ലേ? യെസ്. ഇതെന്താണ്, ഈ കാർബണാറ്റം എന്താണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഇത് ടെർഷറി കാർബണാറ്റം ആണ്. ഓക്കെ അല്ലടാ. നമ്മളിങ്ങനെ പറയും ടെർട്ട് ബ്യൂട്ടേൽ എന്നൊക്കെ പറയും. ടെർഷറി എന്ന് പറയും. ടെർഷറി അല്ലേ? ഓക്കെ അല്ലേ? പ്രൈമറി എന്ത്, സെക്കൻഡറി എന്ത്, ടെർഷറി എന്ന കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ 4 കാർബൺ, ഒരു കാർബണാറ്റ് ഡയറക്റ്റ് ആണ് പ്രൈമറി, 2 ആണെങ്കിൽ സെക്കൻഡറി, 3 ടെർഷറി, 4 ആണെങ്കിൽ ക്വാട്ടർണറി. റെഡി അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ മക്കൾ? സെറ്റ് ആയി എന്ന് വിചാരിക്കും. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്. ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് എത്ര കാർബണാറ്റം നോക്കുക. അതാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറയുന്നത്. അതിന്റെ കാര്യം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, യെസ്, ഇവിടെ പറയുന്നുണ്ട് മക്കൾ നോക്കിയേ. എല്ലാ എൻസിആർടി കൃത്യമായിട്ട് നോക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ടെർമിനൽ, യെസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടർണറി എന്നീ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയല്ലേടാ? ശരിയല്ലേ? യെസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻസിആർടിന്റെ അകത്തുള്ള അടുത്തൊരു കാര്യം. യെസ്, യെസ്, യെസ്. ഇത് മക്കളൊന്നുമില്ലടാ. 5 കാർബണാറ്റമുള്ള ആൽക്കീനെ കാണിക്കുന്നു. അവന്റെ കറസ്പോണ്ടിങ് ആൽക്കഹോൾ എന്താണ്? പെന്റനോൾ ആണ്. ആ ഒരു ആൽക്കഹോളും അതേപോലെ കറസ്പോണ്ടിങ് ആൽക്കീൻസും അതിന് ആൽക്കഹോളിനെയും കാണിച്ചിരിക്കുന്നതാണ് കൂടുതലായിട്ടും അവിടെ പറയാനുള്ള. ഇനി IUPAC നെയിമിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ് കാര്യങ്ങൾ. IUPAC നെയിം എങ്ങനെയാണ് ഇടാറുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ടും നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ആൽക്കീൻസിന്റെ IUPAC വളരെ എളുപ്പമാണ്. കൂടുതൽ ഫംഗ്ഷനുകൾക്ക് ഒന്നുമില്ല. അപ്പൊ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വേർഡ് റൂട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം വേർഡ് റൂട്ട് എന്താണ്. ഒരു കാർബണാറ്റമാണ് എന്താണ് മെത്ത്, 2 ആണെങ്കിൽ എന്താണ് C2 ആണെങ്കിൽ എത്ത് എന്ന് പറയും. എന്താണ് പ്രൊപ്പ്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, അല്ലെ, നണ്ണ്, ഡെക്ക്, അല്ലെ, അങ്ങനെ പോകും. അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയേക്കാം ഇതിന്റെ നെയിമിംഗ് എങ്ങനെയാണെന്നുള്ളത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബട്ട് എന്റെ കൂടെ ജസ്റ്റ് നോക്കിക്കേ. നിങ്ങൾ ആദ്യം ചെയ്യണം നെയിമിങ്ങിന്റെ റൂൾ എന്തായിരുന്നു? നെയിമിങ്ങിന്റെ റൂള് UPC നെയിം ക്ലാസ്സിൽ നമ്മൾ ആദ്യം പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാനുള്ള. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. അതിന് പാരന്റ് ചെയിൻ എന്ന് പറയും. പാരന്റ് ചെയിൻ. അപ്പൊ നിങ്ങൾ ആദ്യം പാരന്റ് ചെയിൻ എടുക്കണം. പാരന്റ് ചെയിൻ. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ടത്. രണ്ടാമത്, നിങ്ങൾ ഇപ്പം നമ്പറിംഗ് ചെയ്യുന്ന നിങ്ങൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന് മിനിമം നമ്പർ നമ്പർ ചെയ്യണം. ബ്രാഞ്ചസിന് മിനിമം നമ്പർ നമ്പർ ചെയ്യണം. പിന്നെ നിങ്ങൾ ബ്രാഞ്ചുകൾ മിഥൈലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആര് നെയിം ചെയ്യും? ഇതേൽ നെയിം ചെയ്യണം. അത് ആൽഫബറ്റിക് ഓർഡർ. ബിക്കോസ് മിഥൈലിന് മുമ്പാണ് ഇതേൽ വരുന്നത്. സോ നിങ്ങൾ ഇതേൽ ആദ്യം കൊടുക്കും. പിന്നെ ഒന്നിലധികം സെയിം ആയിട്ട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഡൈ, ട്രൈ, ടെട്ര പോലുള്ള ടേമുകൾ യൂസ് ചെയ്യാം. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ NCERT നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സംഭവം നോക്കി ഞങ്ങൾ ഇത് നോക്കിക്കേ. പിന്നെ ഇങ്ങനെ പേരിടുക. നമ്മൾ നമ്പർ ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ നമ്പർ ഇട്ട് തുടങ്ങാന്ന് വിചാരിക്കും. നിങ്ങളെ ബേസ് മുതൽ പഠിപ്പിച്ചു തരാം. ഇവിടെ നമ്പർ ഇടാണല്ലോ 1, 2, 3, 4, 5, 6. എനിക്ക് എവിടെയൊക്കെ ബ്രാഞ്ചുകൾ ഉണ്ടാവും? ഈ 3ാമത്തെ കാർബണാറ്റിൽ ബ്രാഞ്ച് ഉണ്ടാകും. അതേപോലെ 5ാമത്തെ കാർബണാറ്റിൽ ബ്രാഞ്ച് ഉണ്ടാവും. അപ്പൊ 3നും 5നുമാണ് എന്റെ ബ്രാഞ്ച് ഉള്ളത്. അല്ലെ? സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇരിക്കുന്നത് ബ്രാഞ്ച് ഉള്ളത്. റെഡി. ഞാൻ ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഇടാണെങ്കിലോ 1, 2, 3, 4, 5, 6 എന്ന് വെച്ചാൽ 2ലും അതേപോലെ തന്നെ 4ലും ബ്രാഞ്ച്. 3ഉം 5ഉം ആണ് നല്ലത്, അല്ലെങ്കിൽ 2ഉം 4ഉം ആണ് നല്ലത്? ഓഫ്കോഴ്സ് 2 and 4. കാരണം എന്താ? ലോവസ്റ്റ് ലോക്കർ, അതായത് ഏറ്റവും മിനിമം നമ്പറിംഗ് കിട്ടുന്ന രൂപത്തിൽ, ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ നെയിം ചെയ്യാൻ. സോ ലെഫ്റ്റ് റൈറ്റുകളാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. അപ്പൊ എന്ത് തെറ്റാണ്? ഇത് തെറ്റാണ്. നമ്മൾ ചെയ്യുന്നത് 2ലൊരു ബ്രാഞ്ച് ഉണ്ട്, 4ലൊരു ബ്രാഞ്ച് ഉണ്ട്. 2ലെ ബ്രാഞ്ചിന്റെ പേരെന്താ? മിഥൈല. 4ലെ ബ്രാഞ്ചിന്റെ പേരെന്താ? ഇഥൈല. അപ്പൊ നമ്മൾ ആദ്യം ഏത് എഴുതണം? നമ്മൾ മിഥൈൽ എഴുതാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? മിഥൈൽ എന്ന് പറയുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ എന്താണ്? M ആ. അപ്പൊ നമ്മൾ ആദ്യം ആൽഫബറ്റിക് ഓർഡർ ആയിട്ട് നോക്കുമ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വേണം തുടങ്ങാൻ. എന്ന് വെച്ചാൽ ഇഥൈൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ 4ൽ ഇഥൈലുണ്ട്, 2ൽ മിഥൈലുണ്ട്, എക്സ് ആയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് നമ്പർ എഴുതുന്നു, ബ്രാഞ്ച് എഴുതുന്നു, പിന്നെ വേർഡ് റൂട്ട് എഴുതുന്നു. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മെത്ത്, എത്തൊക്കെ എഴുതുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൽക്കീൻ ആണെങ്കിൽ എയിം കൂട്ടി കൊടുക്കുക, ആൽക്കീൻ ആണെങ്കിൽ ഈൻ കൂട്ടി കൊടുക്കുക, ആൻഡ് ആൽക്കൈൻ ആണെങ്കിൽ YN കൂട്ടി കൊടുക്കുക. സോ ഇവിടെ എന്താണ്? 4 മിഥൈൽ, 2 ഇഥൈൽ, എക്സ് എഴുതി കൊടുക്കുന്നു. സിമ്പിൾ ആയ കാര്യം. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടുത്ത ഒരു ടാസ്ക് ആണ്. ഇത് നോക്കിയേ. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 2 രൂപത്തിൽ നമ്പർ ചെയ്യാൻ പറ്റും. ആദ്യം ഫസ്റ്റ് ടാസ്ക് എന്താണ്? നമ്മൾ ഏറ്റവും വലിയ ചെയിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഞാനിപ്പോ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റും ചെയ്യാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇതൊരു ചെയിൻ ആണ്. അവിടെ വെക്കുന്നു. രണ്ടാമതൊരു പോസിബിലിറ്റി എന്താ മക്കളെ? രണ്ടാമതൊരു പോസിബിലിറ്റി പറഞ്ഞാൽ എനിക്ക് പല രൂപത്തിൽ നമ്പർ ചെയ്യാൻ പറ്റും. എനിക്ക് പല രൂപത്തിൽ എന്ത് ചെയ്യാൻ നമ്പർ ചെയ്യാം. ഞാൻ വേറൊരു പോസിബിലിറ്റി നോക്കുകയാണ്. ലെറ്റ്സ് സേ 1 നോക്കാം. നമ്മൾ പല രൂപത്തിൽ നമ്പർ ചെയ്ത് നോക്കുകയാണ്. അറിയില്ല എങ്ങനെ ശരിയാവുന്നത്. എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് അതായത് ഒന്നും അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞു തരുന്നത്. അതല്ല, ഞാൻ അല്ലാതെ കുട്ടികൾ കാണുമെന്ന് മനസ്സിലാവും എങ്ങനെ ചെയ്യാന്നുള്ളത്. ലെഫ്റ്റ് റൈറ്റ് കണ്ടു. ലെഫ്റ്റ് റൈറ്റ്. ഞാൻ റൈറ്റ് ലെഫ്റ്റ് കിട്ടാം. 1, 2, 3, 4,
5 6 7 8. ഇത് മറ്റൊരു ഓപ്ഷനാണ്. ഇനി മക്കളെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കാം. എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് വേണമെങ്കിൽ ഈ ചെയിനേക്കാൾ വേറെ വലിയ ചെയിൻ ഉണ്ടെന്ന് നോക്കാം. അതായത് 1 ഇങ്ങനെ 1 2 3 4 5 5 6 6 ഇതിപ്പോ 6 എണ്ണേ ആവുള്ളൂ. ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണമെങ്കിലോ 7 എണ്ണേ ആവുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ പല രൂപത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെയിം ചെയ്ത് വെക്കാൻ പറ്റും, നമ്പർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്പറിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഏറ്റവും വലിയ ചെയിൻ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ പരിപാടി. ഫസ്റ്റ് പരിപാടി എന്റെ പണി എന്താ? ഏറ്റവും വലിയ ചെയിൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും ചെയിൻ എടുക്കുമ്പോൾ എനിക്ക് വേറൊരു പോസിബിലിറ്റി കാണാൻ പറ്റുന്നത് എന്താ മക്കളെ? പോസിബിലിറ്റി കാണുന്നത് ഇതൊരു പോസിബിലിറ്റി ആണ്. അത് 1 2 3 4 5 6 7 8 കാരണം ഇങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റും. പോസിബിലിറ്റി. ഞാൻ നിങ്ങൾ പല പോസിബിലിറ്റിയും പറഞ്ഞു തരാണ്. ഇങ്ങനെ ഒരു പോസിബിലിറ്റി എനിക്ക് എന്റെ മുമ്പിലുണ്ട്. അത് മുകളിലോട്ട് എടുക്കുകയാണെങ്കിൽ അതേ പോസിബിലിറ്റി ആണ്. പക്ഷെ ഇങ്ങനെ എടുക്കുന്ന എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നേരെ എടുത്താലും സെയിം സാധനം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ എടുക്കാനുള്ള ഗുണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കും. നേരെ എടുക്കുകയാണെങ്കിൽ എന്താണ് 8 എണ്ണമാണ്. അപ്പം നിങ്ങൾ നോക്കണം അടുത്ത് നോക്കണം എന്താണ്? എങ്ങനെ എടുത്താലും മാക്സിമം എനിക്ക് എത്ര കിട്ടുള്ളൂ? 8 എണ്ണമേ കിട്ടത്തുള്ളൂ. 8 എണ്ണമേ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അടുത്ത് നോക്കണം എന്താണ്? ലോങ്ങസ്റ്റ് ഇനെട്ടാണ് മനസ്സിലായി. ഇനി ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്നത് എങ്ങനെ എടുക്കാനാണ്? ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുക. എന്താ കോമൺ സെൻസ്? നിങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ 1 2 3 4 എത്തുമ്പോഴാണ് ബ്രാഞ്ച് വരുന്നത്. 4ലാ ബ്രാഞ്ച് വരുന്നത്. നിങ്ങൾ ഇവിടുന്ന് ഉപയോഗിക്കുകയാണെങ്കിലോ 1 2 3 3ന് ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ 1 2 3 അവിടുന്ന് 3ല. ഇവിടുന്ന് ഉപയോഗിക്കണം 1 2 3 അവിടെ 3. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് ഇത് ഏത് രൂപ റൈറ്റ് സൈഡ് നിങ്ങൾ എങ്ങനെ ഇട്ടാലും എന്താണ് സെയിം എഫക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ തുടങ്ങിക്കോ 1 2 3 4 5 6 7 8 കറക്റ്റ് നമ്പറിംഗ് കറക്റ്റ് ആയല്ലോ. യെസ് നമ്പറിംഗ് കറക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് നോക്കണം മക്കളെ? ഇനി നിങ്ങൾ എന്ത് നോക്കണം? കോമൺ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് അത് പറഞ്ഞേ. എന്താ നിങ്ങൾ അടുത്ത കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കൂ? എന്താണ്? ഇവിടെ 3ല് ഏതാ ബ്രാഞ്ച്? 3ലെ ബ്രാഞ്ച് ഇതയിൽ എണ്ണ 2 ബ്രാഞ്ചിലെ 3 2 ഇതേൽ ബ്രാഞ്ചുകൾ 3ല് എത്ര ഇതേൽ ബ്രാഞ്ച്? 2 ഇതേൽ ബ്രാഞ്ചുകളുണ്ട്. ഇനി അത് 5 എന്തുണ്ട് മക്കളെ? 5 ബ്രാഞ്ചിൽ ഈ ബ്രാഞ്ചിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? ഈ ബ്രാഞ്ചിന്റെ പേരാണ് മക്കളെ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി ബ്രാഞ്ച് എന്താ? ഈ പെന്റൈൻ എന്നൊക്കെ പറയുന്നത്. അതായത് ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH4 എന്ന മിഥൈൽ ഗ്രൂപ്പാണ്. ഈ മിഥൈൽ ഗ്രൂപ്പിന് ഹൈഡ്രജനെ കളഞ്ഞാൽ എന്താവും? CH3 ഒരു ബാലൻസും ഉണ്ടാവും. ഒരു ബോണ്ട് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് മിഥൈൽ. എന്താ വിളിക്കുക? മിഥൈൽ. ഇതൊരു ബ്രാഞ്ചാണ്. അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കീൻ 6 എന്ത് ചെയ്യാണ്? ഒരു ഹൈഡ്രജനെ കളഞ്ഞാൽ എന്തുണ്ടാവും? ഇങ്ങനെ ഫോം ചെയ്യും. ഇതിന് വിളിക്കുന്ന ആൽക്കൈൽ എന്ന് പറയാം. ആൽക്കൈൽ ഒരു ബ്രാഞ്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന CH3 CH CH3 ഇങ്ങനെ വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ സെൻട്രൽ 3 കാർബൺ ആറ്റം ഉണ്ട്. പ്രൊപ്പൈൻ ആണ്. പക്ഷെ സെൻട്രൽ കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ സെൻട്രൽ കാർബൺ എന്നാണ് ഹൈഡ്രജനെ കളഞ്ഞിട്ട് ആര് കയറിയിരിക്കുന്നത്? അവിടെയൊക്കെ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആരെങ്കിലും അറ്റാച്ച്മെന്റ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് വരുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോപ്രൊപ്പൈൽ എന്ന് വിളിക്കുന്നത്. ഐസോപ്രൊപ്പൈൽ. ഐസോ എന്ന് പറയുന്നത് എന്താണ്? 3 എണ്ണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ സെൻട്രൽ ആണ്. അതായത് എൻഡിലെ കാർബൺ അല്ല അറ്റാച്ച്മെന്റ് പോകുന്നത്. സെൻട്രലിലെ കാർബൺ ആണ് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച്മെന്റ് പോകുന്നത്. അതിനെ വിളിക്കുക ഐസോ എന്ന് പറയുന്നത്. 3 കാർബൺ ആണ്. പ്രൊപ്പൈലാണ് ഐസോപ്രൊപ്പൈൽ ആണ്. മനസ്സിലായ മക്കളെ? അപ്പൊ ഇത് ഗ്രൂപ്പാ നമ്മുടെ സെൻട്രൽ കാർബൺ ആറ്റം ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ സെൻസ് ഉപയോഗിക്കുക. 2ലും 3ലും 2 ഉണ്ട്. സോ 3,3 ഡൈ ഇതൽ 5ൽ ഐസോപ്രൊപ്പൈൽ 4 എന്തുണ്ട് മക്കളെ? അഗൈൻ ഒരു മീഥൈൽ ഉണ്ട്. ദെൻ ഒക്ടേറ്റ് കൊടുക്കാം. സിമ്പിൾ സാധനം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി പറയാം. നിങ്ങൾ തന്നെ പറഞ്ഞാൽ സിമ്പിൾ. സമയം അധികം എടുക്കുന്നില്ല. എന്ത് ചെയ്യാണ്? ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുന്നു. ഇവിടുന്ന് ചെയ്യുമ്പോൾ 1 2 3 4 5 ഉണ്ടാവും. 6ലാണ് ഈ ബ്രാഞ്ച് വരിക. ഞാൻ പക്ഷെ നമ്മൾ ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 5ൽ ബ്രാഞ്ച് വരും. സോ ബെറ്റർ ഏതാണ്? ലെഫ്റ്റ് റൈറ്റ്. സോ 5ൽ എന്തുണ്ട് മക്കളെ? 5ൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? സെക്കൻഡറി ബ്യൂട്ടൈൽ കാണാൻ പറ്റും. ഇത് സെക്കൻഡറി ബ്യൂട്ടൈലാണെടാ. ഇതാണ് പല കുട്ടികൾക്ക് അറിയാത്തത്. ഈ ബ്യൂട്ടൈൽ പ്രൊപ്പൈൽ എന്നൊക്കെ കാര്യം. സെക്കൻഡറി ബ്യൂട്ടൈൽ അതിന് മനസ്സിലായി. സെക്കൻഡറി ബ്യൂട്ടൈൽ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ബ്രാഞ്ച് വരുന്നത് എങ്ങനെയാണ്? CH3 CH CH2 CH3 ഇവിടെയാണ് ബ്രാഞ്ച് വരുന്നത്. ഇവിടെ ബ്രാഞ്ച്. അപ്പൊ അത് സെക്കൻഡറി കാർബൺ ആറ്റത്തിന്റെ മോളാണ് ബ്രാഞ്ച്. സെക്കൻഡറി കാർബൺ ആറ്റത്തിന്റെ മോളാണ് ബ്രാഞ്ച് വരുന്നത്. സെക്കൻഡറി ബ്യൂട്ടൈൽ എന്ന് പറയും. സെക്കൻഡറി ബ്യൂട്ടൈൽ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇതാണ് കാര്യം. ഓക്കെ. അപ്പം 5ൽ സെക്കൻഡറി ബ്യൂട്ടൈൽ ഉണ്ട്. 4 ഐസോപ്രൊപ്പൈൽ ഉണ്ട്. 4 ഐസോപ്രൊപ്പൈൽ ആണ്. കണ്ടോ? ഐസോപ്രൊപ്പൈൽ ആണ്. പിന്നെ ഡെക്കേൻ എന്ന് പറഞ്ഞാൽ 10 കാർബൺ ഡെക്കേൻ എന്ന് വിളിക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. അടുത്ത് നോക്കിക്കേ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഇതെന്ന് പറഞ്ഞാൽ മക്കൾ സിമ്പിൾ ആണ് കാര്യം. അതായത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നെയിം ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ചെയ്യുമ്പോൾ 5ാമത്തെ ബ്രാഞ്ച് കിട്ടും. റൈറ്റ് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 എവിടെ ചെയ്താലും കുഴപ്പമില്ല. സെയിം എഫക്റ്റ് ആണ്. സോ നമ്മൾ ലെഫ്റ്റും ചെയ്യുന്നു. അപ്പൊ 5ൽ എന്തുണ്ട്? 5ൽ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 5 നെയിം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എഗെയിൻ ഇതെന്താണ്? എഗെയിൻ ഒരു എന്താ പറയാ? ഇവിടെ നമ്മൾ വീണ്ടും നെയിം ചെയ്യാൻ പറ്റും. 1 2 3 സബ്സ്റ്റിറ്റ്യൂന്റ് ആണ്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂന്റ് എന്തല്ല മിഥൈലും ഇഥൈലും ഒന്നും അല്ല. അതിന് നമ്മൾ വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? എഗെയിൻ നെയിം ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി 2,2 ഡൈ മിഥൈൽ പ്രൊപ്പൈൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് അതിനുള്ളിലുണ്ട്. ബ്രാഞ്ചിന്റെ ഉള്ളിൽ വീണ്ടും വരുന്നുണ്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്. സോ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നെയിം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? അഗെയിൻ നോൺ എന്ന് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കിയത് എന്താണ്? 3 ഇഥൈൽ 5 മിഥൈൽ ഹെപ്റ്റീൻ അല്ലേ? ഡയറക്റ്റ് ആയ സാധനമാണ്.
അപ്പൊ ഇത്രയുമാണ് നമ്മൾ NCERT-നകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ വേറെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം NCERT പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ? NCERT പറഞ്ഞത് സെക്കൻഡറി ഈസ് നോട്ട് കൺസിഡേർഡ് വൈൽ അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി. ഐസോപ്രിൽ ഈസ് ടേക്കൺ ആസ് വൺ വേർഡ്. അതായത് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് എസ് എന്ന് പറഞ്ഞ സാധനം നോക്കണ്ട. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മിഥൈൽ, ഇഥൈൽ അവിടെയൊക്കെ ഈ പറയുന്ന ആൽഫബറ്റിക് ഓർഡർ ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരെ മറിച്ച് സെക്കൻഡറിയുടെ എസ്, ഐസോപ്രൈൽ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ആൽഫബറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മൾ നോക്കാറില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മക്കളെ മനസ്സിലായോ? യെസ്. ഇനി മക്കളെ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ട കാര്യം, എല്ലാവരും എന്റെ കൂടെ ഇല്ലേ? എല്ലാവരും കൂടെ ഇല്ലടാ? ഓക്കെ അല്ലേ? ഈ നെയിമിങ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട്, നിങ്ങൾ എല്ലാവരും ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ നെയിമിങ്. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ ഹോംവർക്ക് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സാധനം ചെയ്ത് നോക്കാം. കൂടെ തന്നെ ചെയ്യാം. കൂടെ തന്നെ ചെയ്തു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? Yes. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക്? അതിന് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ അത് എഴുതി വലുതാക്കി വരച്ചു നോക്കാം. അതായത് കാർബണിന്റെ മുകളിൽ 3 CH3 ഗ്രൂപ്പുകളുണ്ട്. അത് ആദ്യം എഴുതാം. പിന്നെ ആരുണ്ട്? അടുത്ത CH2 ഉണ്ട്. പിന്നെ ആരുണ്ട്? C ഉണ്ട്. പിന്നെ അഗെയിൻ അതിന്റെ മുകളിൽ 3 CH3 ഗ്രൂപ്പുകളുണ്ട്. ഇതാണ് സാധനം. ഇതാണ് സാധനം. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് രണ്ട് തരത്തിൽ ബ്രാഞ്ച് സെയിം എഫക്റ്റ് ആണ്. സോ 1, 2, 3, 4, 5. ഇതാണല്ലോ ലോങ്സ്റ്റ് ചെയിൻ. അതെ, ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്. പാരന്റ് ചെയിൻ ഇതാണ്. ഇതാണ് പാരന്റ് ചെയിൻ. പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തു. ഇനി രണ്ടിൽ 2 ബ്രാഞ്ചുകളുണ്ട്. എന്തൊക്കെയാണ്? രണ്ടിൽ 2 മിഥൈലുകളുണ്ട്. അതുപോലെ 4 2 മിഥൈലുണ്ട്. അപ്പൊ മൊത്തം എത്ര മിഥൈലുണ്ട്? മൊത്തം 2, 2, 4, 4, ടെട്രാ മിഥൈലുണ്ട്. ടെട്രാ മിഥൈൽ. പെന്റൈൻ സിമ്പിൾ. അപ്പൊ അതിന്റെ പേര് കഴിഞ്ഞു. അപ്പൊ മനസ്സിലായി. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങനെ എഴുതി വെക്കിയ പരിപാടിയാണ്. അടുത്ത നോക്കിയാൽ ഈ സാധനം ഇതെങ്ങനെ ചെയ്യാം? CH3 C, ഈ കാർബണാറ്റം 2 CH3 ഉണ്ട്. CH3 പിന്നെ ആരുണ്ട്? മൊത്തം 4 വാലൻസിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ C2H5 C2H5 ഇതാണ് സാധനം. അപ്പൊ എന്താ പറയേണ്ടത്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാം. ലോങ്സ്റ്റ് ചെയിൻ എന്തായാലും എന്തായിരിക്കും? ഇതായിരിക്കും ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടായിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? മൊത്തം കാർബണാറ്റം 4 ആണ്. മൊത്തം കാർബണാറ്റം എത്രയാണ്? നമുക്ക് ഒരു മിനിറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ കൃത്യമായി പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം നമ്മള് ഒന്ന് അലേർട്ട് ആയിരിക്കണം. ഇന്ന് ക്വസ്റ്റ്യൻ CH3 ചോയ്സ് CH5 ചോയ്സ് അല്ലേ? ആ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് മാറ്റിയതിരിക്കുക. എല്ലാവരും എന്റെ കൂടെ ഒന്ന് മാറ്റിയതിരിക്കുക. ഇതല്ലേ NCERT ചോദ്യം ഇതല്ലേ? CH3 ചോയ്സ് CH2 ചോയ്സ്. ഇതിൽ NCERT ചോദ്യം. ഇതാണ് NCERT ചോദ്യം. ഇതിന് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? കാർബൺ CH3 CH2 സോ C2H5 അല്ല, C2H5 അല്ല, C2H5 അല്ലേ? C2H5 അതുപോലെ C2H5 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് ആ ക്വസ്റ്റിനകത്തുള്ളത്. ആ ക്വസ്റ്റിന്റെ പാറ്റേൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. CH3 ചോയ്സ് C2H5 ചോയ്സ് ഇങ്ങനെയാണുള്ളത്. റെഡി അല്ലേ? യെസ്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചോദ്യം കാണുമ്പോൾ തന്നെ ലോങ്സ്റ്റ് ചെയിൻ എടുക്കണം. അപ്പൊ പല കുട്ടികളും എന്ത് ചെയ്യും? ഈ ലോങ്സ്റ്റ് ചെയിൻ ഇങ്ങനെ അങ്ങ് എടുക്കും. അപ്പൊ തെറ്റിപ്പോയി. കാരണം എന്താ? ഇങ്ങനെ എടുക്കുമ്പോൾ 4 കാർബണാറ്റേ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം. അതായത് C2H5 അല്ലേ? അപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ? ഇങ്ങനെ എടുത്താൽ അത് എത്രയായി? 5 കാർബണാറ്റമായി. അപ്പൊ അതാണ് ലോങ്സ്റ്റ് ചെയിൻ. 5 എണ്ണായി. എത്രയായി? 5 കാർബണാറ്റമായി. അപ്പൊ അതാണ് ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ എന്തുണ്ട്? 1, 2, 3 2 ബ്രാഞ്ച്. 3 എന്തുണ്ട്? മിഥൈൽ ഉണ്ട്. 3 2 മിഥൈൽ. സോ 3,3 മിഥൈൽ. 3,3 ഡൈമിഥൈൽ എന്താണ്? പെന്റൈൻ കിട്ടും. 3,3 ഡൈമിഥൈൽ പെന്റൈൻ. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ആ ഒരു സംഭവം, അതായത് നിങ്ങൾ ആ ബ്രാഞ്ച് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. 3,3 ഡൈമിഥൈൽ പെന്റൈൻ എന്നാണ് വരിക. നമുക്ക് ഇനി നോക്കാനുള്ളത് നെയിമിംഗ് അത്രയൊക്കെ മതി. നമുക്ക് ബാക്കി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി കൃത്യമായി പറയുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻസ് ആണ്. എന്താണ് എന്തിന്റെ പ്രിപ്പറേഷൻ? ആൽക്കേസിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കാര്യം ശ്രദ്ധിച്ചിരിക്കുക. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഉറങ്ങൊന്നും ചെയ്യരുത്. കൂടെ ഇരിക്കട്ടോ. എല്ലാവരും കൂടെ ഇരിക്കുക. നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്തെടുക്കണം. എല്ലാ ചോദ്യങ്ങളും ഇന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യണം? നമുക്ക് ഫുൾ ആൻസർ ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഒരു വാശിയായിട്ട് തന്നെ ഫുള്ള് പഠിച്ചെടുക്കാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, അതിൽ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് മക്കളെ നമുക്ക് ഹൈഡ്രോ കാർബൺസ് എന്നും അതായത് ഏത് ഹൈഡ്രോ കാർബൺസ് എന്ന് ഉണ്ടാക്കുന്ന ആൽക്കെയിൻസ് ആണ്. നിങ്ങൾ പറഞ്ഞിരുന്നു അൺസാച്ചുറേറ്റഡ് സാച്ചുറേഷനും ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ അൺസാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതിൽ നമുക്ക് സിംഗിൾ ബോണ്ട് ഉള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഈ കോൺസെപ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് സിമ്പിൾ ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരുന്നാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഓർത്തിരുന്നാൽ മതി. മക്കളെ എല്ലാവരും നോക്കിയേ. അതായത് ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിച്ച് സിംഗിൾ ബോണ്ട് ആക്കിയാൽ പോരെ?
മതി. അതേപോലെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനാദ്യം ട്രിപ്പിൾ ബോണ്ട് ആക്കുക. പിന്നെന്ത് ചെയ്യുക? പിന്നെന്ത് ചെയ്യുക മക്കളെ? സിംഗിൾ ബോണ്ട് ആക്കുക. അപ്പൊ ആരാണ് വേണ്ടത്? ആരെ കൊണ്ടുവന്നാൽ മതി? ഡബിൾ ബോണ്ട് ഒക്കെ പൊട്ടിക്കാൻ ആരെ കൊണ്ടുവന്നാൽ മതി? സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതിയില്ലേ? ഹൈഡ്രജൻ ആഡ് ചെയ്യുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് പോയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ കയറി ഇരുന്നോളും. മനസ്സിലാവുന്നുണ്ടോ? റിഡക്ഷൻ ആണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പരിപാടി എന്താ? റിഡക്ഷൻ അല്ലേ? റിഡക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റെഡ്യൂസിംഗ് ഏജന്റ് കൊണ്ടുവന്നാൽ മതി. ആരാണ്? റെഡ്യൂസിംഗ് ഏജന്റ്. റെഡ്യൂസിംഗ് ഏജന്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആകും. ട്രിപ്പിൾ ബോണ്ട് പൊട്ടി ഡബിൾ ബോണ്ട് ആവും. ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആവും. അപ്പൊ ആലോചിച്ച് നോക്ക്. ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ ആഡ് ചെയ്താണെങ്കിൽ ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ടായി മാറും. 2 മോളിക്യൂൾ ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ടി വരും ഇവിടെ. ട്രിപ്പിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ട് ആവണമെങ്കിൽ. അതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചത്. എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ. എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇതെന്താണ്? 2 മോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇപ്പൊ എന്ത് ചെയ്യും മക്കളെ? അപ്പൊ സ്വാഭാവികമായിട്ടും ട്രിപ്പിൾ ബോണ്ട് പൊട്ടി എന്തായി മാറും? ഡബിൾ ബോണ്ടായി മാറും. സിംഗിൾ ബോണ്ടായി മാറും. ഓക്കെ. ഇതാണ് ഫസ്റ്റത്തെ കോൺസെപ്റ്റ്. ഹൈഡ്രജൻ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പരിപാടിയില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോജനേഷൻ എന്ന് വിളിക്കാം. എന്താ ഹൈഡ്രോജനേഷൻ? ഹൈഡ്രജൻ ചുമ്മാ ആഡ് ചെയ്താൽ പോരാ. അതിനെന്തെങ്കിലും ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടി വേണം. അപ്പൊ സ്പീഡ് റിയാക്ഷൻ സ്പീഡ് കൂടും. ഈ കാറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹൈഡ്രജൻ ഇപ്പൊ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം പോലുള്ള മെറ്റലുകൾ. നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം പോലുള്ള മെറ്റലുകൾ ഉണ്ടെങ്കിൽ റിയാക്ഷൻ വേഗത കൂടും. ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ അഡ്സോർപ്ഷൻ എന്ന പരിപാടിയൊക്കെ നമ്മൾ സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പണ്ട് പഠിക്കേണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊന്നുമില്ല. ഇപ്പൊ ഇതൊന്നും പഠിക്കാനില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഹൈഡ്രജൻ, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം എന്ന് പറയുന്ന എൻസൈം സഹായത്താൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോജനേഷൻ നടത്തുന്നു. ഹൈഡ്രോജനേഷൻ. അപ്പൊ ഹൈഡ്രോജനേഷൻ നടത്തുന്ന സമയത്ത് എന്താ സംഭവിക്കുക മക്കളെ? എന്താ സംഭവിക്കുക? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് കൂട്ടുന്നു. സിംഗിൾ ബോണ്ട് ആവുന്നു. അപ്പൊ പ്രൊപ്പൈൻ കിട്ടുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? ആൽക്കൈൻസ് കിട്ടും. അപ്പൊ നിങ്ങൾ ആൽക്കീനെയും ആൽക്കൈനും എടുക്കുന്നു. നിങ്ങൾ ഹൈഡ്രജൻ പെർ നിക്കൽ, ഹൈഡ്രജൻ, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം അല്ലെങ്കിൽ ഹൈഡ്രജൻ, നിക്കലോ പ്ലാറ്റിനോ പെർ ഏതെങ്കിലും മെറ്റൽ എടുത്താൽ മതി. എല്ലാം കൂടി ഒന്നും വേണ്ട. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൻസ് കിട്ടും. എന്നിട്ട് ആൽക്കൈൻസ് കിട്ടും. സിംഗിൾ ബോണ്ട് ആൾ കിട്ടും. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ പ്രൊപ്പൈൻ എടുക്കും. നിങ്ങൾ പ്രൊപ്പൈൻ എടുക്കുന്നു. CH3, CH, ഡബിൾ ബോണ്ട് CH2. നിങ്ങൾ ആര് ആഡ് ചെയ്യാണ്? ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഇൻ പ്രസന്റ് പലേഡിയം, പ്ലാറ്റിനമോ അല്ലെങ്കിൽ പലേഡിയമോ, നിക്കൽ ആരെങ്കിലും ആഡ് ചെയ്യുന്നു. അപ്പൊ സംഭവിക്കും മക്കളെ? സിമ്പിൾ. എന്ത് സംഭവിക്കും? പറയടാ, എന്ത് സംഭവിക്കൂടാ? എന്ത് സംഭവിക്കും? ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അതിൽ ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇപ്പൊ എന്നിട്ട് മക്കളെ? അപ്പൊ എന്നിട്ടും CH3, CH2, CH3. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പ്രൊപ്പൈൻ ആണെങ്കിൽ നമുക്ക് പ്രൊപ്പൈൻ ആണെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് C ആണ്. CH3 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 മോളിക്കൂൾ ആഡ് ചെയ്യുന്നുണ്ട്. 2 മോളിക്കൂൾ ആഡ് ചെയ്യുന്നുണ്ട്. 2 മോളിക്കൂൾ ആഡ് ചെയ്യുന്നില്ലേ? 2 മോളിക്കൂൾ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 2 മോൾ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ആദ്യം ആദ്യം എന്ത് ചെയ്യും? 1 മോൾ ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്യും. രണ്ടാമത് എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? മോൾ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? അടുത്തത് CH3, CH2, CH3 എന്ന് കിട്ടും. പ്രൊപ്പൈൻ കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് കോൺസെപ്റ്റ്. എല്ലാവർക്കും മനസ്സിലായി മക്കളെ? മക്കളെ മനസ്സിലായോ? സിമ്പിൾ ഒന്നുമില്ല. അപ്പൊ ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഹൈഡ്രോജനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീനും ആൽക്കൈനും എന്തുണ്ടാക്കാം? ആൽക്കൈൻസ് ഉണ്ടാക്കാന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എല്ലാം റെഡി അല്ലേ? ഇനി അടുത്ത ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് RXLA. ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് പറഞ്ഞിരിക്കുന്ന ആൽക്കേസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കേസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവം? സിമ്പിൾ കോൺസെപ്റ്റ്. അതായത് ഇതാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ആൽക്കെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ഹാലജനെ മാറ്റിയിട്ട് ഹാലജൻ റീപ്ലേസ് ചെയ്ത് ആര് കയറി ഇരുന്നാൽ മതി? ഈ ഹാലജൻ റീപ്ലേസ് ചെയ്ത് ആര് കയറി ഇരുന്നാൽ മതി? ഈ ചങ്ങനെ ഒഴിവാക്കുക. അത് ആര് കയറി ഇരുന്നാൽ മതി? ഹൈഡ്രജൻ കയറി ഇരുന്നാൽ പോരെ? ഹൈഡ്രജൻ കയറി ഇരുന്നാൽ മതി. അപ്പൊ നമ്മൾ ആരെ യൂസ് ചെയ്യണം? ആരെ യൂസ് ചെയ്യണം? അതാണ് അടുത്ത കോൺസെപ്റ്റ്. നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാതെ ഈ പറഞ്ഞിരിക്കുന്ന എക്സിനെ ഒഴിവാക്കി ആര് കയറിയിരിക്കണം? നമ്മൾ ഹൈഡ്രജൻ കയറിയിരിക്കണം. അങ്ങനെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പരിപാടി അഡീഷൻ എന്താ? റിഡക്ഷൻ അല്ലേ? ഇവിടെ റിഡക്ഷൻ നടത്തിയാൽ മതി. ഇവിടെ റിഡക്ഷൻ നടത്തിയാൽ മതി. അപ്പൊ നമ്മൾ ആരെ യൂസ് ചെയ്യാം? റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിക്കാം. ആര് ഉപയോഗിക്കണം? റെഡ്യൂസിംഗ് ഏജന്റ്. ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ മതി. ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ഹൈഡ്രജൻ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ കിട്ടുന്ന ഒരുപാട് സോഴ്സുകളുണ്ട്. അതൊക്കെ റെഡ്യൂസിംഗ് ഏജന്റുകളാണ്. റെഡ്യൂസിംഗ് ഏജൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നുമില്ല. റെഡ്യൂസിംഗ് ഏജന്റ് ചെയ്യുന്നത് റിഡക്ഷൻ നടത്തുന്നുള്ള റിഡക്ഷൻ നടത്തുക. ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. അതാണ് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ കാണിച്ചു നോക്കിയേ. എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. എല്ലാവരും എന്റെ കൂടെ ഇല്ലേ? നോക്കി മക്കളെ. CH4 മീഥൈൻ എന്ന് വിചാരിക്കും. മീഥൈൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ എടുക്കുന്നു മീഥൈൽ ക്ലോറൈഡ് എടുക്കും. മീഥൈൽ ക്ലോറൈഡ്. ഞാൻ എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ റിഡക്ഷൻ നടത്താം. അപ്പൊ എന്താ കിട്ടുക? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? Cl അങ്ങ് വലിച്ചുകൊണ്ട് HCl ആയിട്ട് പുറത്തോട്ട് പോകും. ബാക്കിയുള്ള ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവിടെ കയറിയിരിക്കും. സോ CH4 എന്ന് കിട്ടും. മീഥൈൻ കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതാണ് പരിപാടി. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ റെഡ്യൂസിംഗ് ഏജന്റ് നമ്മൾ ആര് ഉപയോഗിക്കണം? റെഡ്യൂസിംഗ് ഏജന്റ് ആര് ഉപയോഗിക്കണം? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബോക്സ് ആക്കി പഠിക്കണം. ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ബോക്സ് ആക്കി പഠിക്കുക. എന്താണ് കാര്യം? എന്താണ് കാര്യം? എക്സാം പേപ്പറിൽ ചുമ്മാ ഹൈഡ്രജൻ തന്നോളം നിർബന്ധമൊന്നുമില്ല. ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ റെഡ്യൂസിംഗ് റിയേജൻസ് ആയി തരുന്നുണ്ടായിരിക്കാം. ഇതാണ് പ്രശ്നം. പല കുട്ടികൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മുകളിൽ ആരോ മാർക്കിന്റെ മുകളിൽ ഇങ്ങനെ പല സാധനങ്ങൾ കാണുമ്പോൾ കണ്ണും പൊളിച്ചിരിക്കാൻ പാടില്ല. അതിന്റെ കോൺസെപ്റ്റ് വേണം. ആ കോൺസെപ്റ്റ് ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ചിലപ്പോൾ ഒരു മെറ്റൽ ഓർഗാനിക് കെമിസ്ട്രി ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
ഒരു കാര്യം കിട്ടുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിക്കേണ്ടത്. ജനറൽ ആയിട്ട് ഒരു കാര്യം പഠിക്കുക, അതുമായി കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് കണ്ടാൽ മനസ്സിലാവണം. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ ഇതാണ് സാധനം, ഇതാണ് സാധനം, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് സംഭവം എന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മക്കള് മെറ്റലും അതേപോലെ ആസിഡും കൂടി കുടിച്ചാൽ എന്താ ഒരു മെറ്റലും ഒരു ആസിഡും കൂടി എന്താ ഉണ്ടാവുക? ഉറപ്പായും നമുക്ക് എന്ത് കിട്ടും? സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു മക്കളെ? നമുക്ക് എന്ത് കിട്ടുന്നുണ്ടെടാ? നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നില്ലേ? യെസ്, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നുണ്ട്. ആ ഹൈഡ്രജൻ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? റിഡക്ഷൻ ഉപയോഗിച്ചൂടെ? അപ്പൊ എനിക്ക് ഹൈഡ്രജൻ തന്നെ ആഡ് ചെയ്യണം നിർബന്ധമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ മെറ്റലും ആസിഡും കൂടി ഉണ്ടായാൽ മതി. മെറ്റലും ആസിഡും ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും? റിഡക്ഷൻ ഉപയോഗിക്കും. അപ്പൊ ആരോ മാർക്കിൽ നമ്മൾ ഒരു മെറ്റലും ഒരു ആസിഡും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. എന്താ നടക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത്. അതാണ് ഒരു കോൺസെപ്റ്റ്. അതാണ് ഒന്നാമത്തെ കോൺസെപ്റ്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മെറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? സിങ്ക് പ്ലസ് HCl. നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് സ്ഥലങ്ങൾക്ക് ഇയാളെ കാണാൻ പറ്റും. സിങ്ക് HCl. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കോമൺ സെൻസ്. എന്താണ്? സിങ്കും HCl കൂടി ചേർന്ന സിങ്ക് ഒരു മെറ്റലാണ്. HCl എന്നൊരു ആസിഡാണ്. സിങ്കും HCl കൂടി ചേർന്നുണ്ടാവും ZnCl2 എന്തുണ്ടാവും? ZnCl2 ഉണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ZnCl സാൾട്ട് ആണ്. ഓക്കെ, ഒന്നും നിങ്ങൾ ആലോചിക്കണം. സിമ്പിൾ ആലോചിച്ചാൽ മതി. മെറ്റലും ആസിഡും കൂടി ചേർന്നുണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചിട്ട് എന്തെടുത്താൽ നമുക്ക് റിഡക്ഷൻ നടത്താം. അതേപോലെ സിങ്ക് HCl വേണമെന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ആസിഡ് ആയാൽ മതി. ഹൈഡ്രജൻ തരാൻ കഴിവുള്ള ഒരു ആസിഡ് ഉണ്ടായാൽ മതി. ഹൈഡ്രജൻ തരാൻ കഴിവുള്ള ഒരാൾ ഉണ്ടായാൽ മതി. എച്ച് പ്ലസ് ഡോണർ ഉണ്ടായാൽ മതി. ഡോണർ ഉണ്ടായാൽ മതി. സോ എന്ത് ചെയ്യാണ്? ഫോർ എക്സാമ്പിൾ ഞാൻ അസറ്റിക് ആസിഡ് എടുക്കുന്നു. അപ്പൊ എന്നിട്ട് മക്കളെ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. അതേപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയാൻ നമുക്ക് സിങ്കും എത്തനോളും. ആൽക്കഹോൾ എന്താണ് മക്കളെ? ആൽക്കഹോൾ ഇപ്പൊ ഹൈഡ്രജൻ തരാൻ കഴിവുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൽക്കഹോളും മെറ്റലും കൂടി ചേർന്നുണ്ടാവും. യെസ്, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. സിമ്പിൾ വൺ. അതേപോലെ തന്നെ ഒരു വേറെ എക്സാമ്പിൾ സോഡിയം ഇനത്തിനോളുകൾ ഉണ്ടാവും. C2H5OH ഒക്കെ. എന്ത് സംഭവം? റിഡ്യൂസിങ് ഏജന്റാ. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സോഡിയം ഇനത്തിനോള്, സിങ്ക് എത്തനോള്, മെറ്റും അതേപോലെ തന്നെ മക്കളെ ഈ പറയുന്ന ആൽക്കഹോൾ അല്ലെങ്കിൽ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ റിലീസ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്ന കാര്യം ഒരു കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ റെഡ് ഫോസ്ഫറസും ഇൻ പ്രസൻസ് പ്ലസ് HI. HI ഹായ് 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 ആണ് HI. ഇയാൾ മെരിയായിട്ട് എന്താ കിട്ടുക? യെസ്, അതും എന്താ റിലീസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ സിമ്പിൾ പറയുകയാണെങ്കിൽ മാത്രമുള്ള കോൺസെപ്റ്റ്. അതായത് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ആണ് എടുക്കുന്നതെങ്കിൽ റെഡ്യൂസിങ് ഏജന്റിന് പകരം നമുക്ക് ഇങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹൈഡ്രജൻ, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം അതിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുക ഈ പറഞ്ഞ ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുക. അല്ല, അതായത് ഹൈഡ്രജൻ ഗ്യാസ് തന്നെ വേണം അങ്ങനെ കൊടുക്കുന്നു ഇല്ല. ഈ പറഞ്ഞ ടിൻ പ്ലസ് HCl, Fe+HCl ഇങ്ങനെയൊക്കെ കണ്ടതിന്റെ അർത്ഥം എന്താണ്? അതൊക്കെ റിഡക്ഷൻ ആണ് മക്കളെ. റിഡക്ഷൻ ആണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്താ? അതൊരു ഹൈഡ്രൈഡാ. അവൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? അവൻ ഹൈഡ്രജൻ റിലീസ് ചെയ്ത ആൾക്കാർ. അപ്പൊ ലിഥിയം അലൂമിനിയം ഹൈഡ്രജൻ റെഡ്യൂസിംഗ് ഏജന്റാ. അവൻ ഓരോ സോഡിയം ബോറോ ഹൈഡ്രജൻ റെഡ്യൂസിംഗ് ഏജന്റാ. അല്ലേ? അപ്പൊ റെഡ്യൂസിംഗ് ഏജന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബോക്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം നിങ്ങളുടെ നേരത്തെ ഞാനൊരു സ്റ്റാർട്ടിംഗ് ഒരു കാര്യം പറഞ്ഞ ഒരു ഇക്വേഷൻ ബുക്ക് അല്ലെങ്കിൽ ഒരു സാധനം അവിടെ നിങ്ങൾ എഴുതണം. എന്താണ് അവിടെ എഴുതേണ്ടത്? ഒന്നാമത് നമ്മൾ പഠിച്ചത് നെയിം ഓഫ് റിയാക്ഷൻ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ആദ്യം പഠിച്ച കാര്യം എന്താണ്? ഹൈഡ്രജനും അതേപോലെ നിക്കൽ, പലേഡിയം, പ്ലാറ്റിനമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻസ് കിട്ടും പറഞ്ഞു. റിയാക്ഷന്റെ പേരെന്തായിരുന്നു? ആ റിയാക്ഷന്റെ പേരാണ് എന്ത്? ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ. ഇതാണ് നിങ്ങൾ ഒന്നാമത് കൊടുക്കേണ്ടത്. ഇങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്ക് എല്ലാ റിയാക്ഷൻ എന്തിനും ഈ ഒരു ടേബിളർ കോളത്തിൽ നിങ്ങൾ എഴുതി ഫില്ല് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ റിവേഴ്സ് സുഖമാണ്. രണ്ടാമത്തെ റിയാക്ഷൻ എന്തായിരുന്നു മക്കളെ? രണ്ടാമത്തെ ആൽക്കീൻ ഹാലൈഡ് എന്ത് ചെയ്യാണ്? ആൽക്കീൻ ഹാലൈഡ് റിയാക്ട് വിത്ത് എന്താണ്? ഹൈഡ്രജൻ പ്രൊഡ്യൂസിംഗ് പ്രൊവൈഡിംഗ് റെഡ്യൂസിംഗ് ഏജന്റ്. ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്യുന്ന റെഡ്യൂസിംഗ് ഏജന്റുമായിട്ട് ആൽക്കീൻ ഹാലൈഡ് കൂടി ചേർന്നാൽ കറസ്പോണ്ടിങ് ആൽക്കൈൻസ് കിട്ടുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ആരൊക്കെയാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ്യൂസിംഗ് ഏജന്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? വേണമെങ്കിൽ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. മെറ്റൽ പ്ലസ് HCl, മെറ്റൽ പ്ലസ് ആസിഡ് ഗീവ്സ് ഹൈഡ്രജൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഒക്കെ ബേസിക് ആണ്. ഞാനിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, റിയാക്ഷൻ ഇങ്ങനെ കാണിച്ചു തന്നാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് ബേസിക്കലി ഇങ്ങനത്തെ ഐഡിയകൾ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഓരോ ഇപ്പം നിങ്ങൾ പഠിക്കാത്ത ഓപ്ഷൻസ് വരികയാണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കാത്ത ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഡിയം എത്തനോൾ നിങ്ങൾ പഠിച്ചില്ലാന്ന് വിചാരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞൊരു ഐഡിയ ഉള്ള കുട്ടിയാണെങ്കിൽ സോഡിയം ഒരു മെറ്റലാണ്, എത്തനോൾ ആൽക്കഹോൾ ആണ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡിയ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസിംഗ് ഏജന്റ് മനസ്സിലാക്കാൻ ബുദ്ധി വേണം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ദാറ്റ്സ് കാര്യം. ഓർഗാനിക് വളരെ സിമ്പിൾ ആണ്. പിന്നെ ഓരോന്നും ഇങ്ങനെ പഠിക്കണ്ട. നമ്മളിങ്ങനെ എല്ലാം കൂടി ഓരോന്നും ഇങ്ങനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? നമുക്ക് എല്ലാം കൂടി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വെക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. എന്ത് ചെയ്യാം? ബാക്കി അപ്ലൈ ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്, ദാറ്റ്സ് എ തിങ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വലിയ കാലത്ത് പഠിച്ചിട്ടുണ്ടോ? എന്ത്? ഇതാ നമ്മുടെ എന്താ പറയാ ഈ പറഞ്ഞ ലൂക്കാസ് റിയേജൻ. ഈ അൺഹൈഡ്രസ് ZnCl2 അതേപോലെ തന്നെ വേറെ കാര്യം പറയാം. അവിടെ പറയാം. ആൽക്കഹോളിന് പഠിക്കും. ആൽക്കഹോൾ പഠിപ്പിച്ചായിരിക്കും. ഇൻ കേസ് ആൽക്കഹോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഏതെങ്കിലും ടോപ്പിക് എടുക്കുമ്പോൾ അത് പറയാം. കൺഫ്യൂഷൻ ആവും. ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? ചോദിക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഞാൻ ലൈവ് അല്ല, റെക്കോർഡിംഗ് ആണ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ എന്താ ലൂക്കാസ് റിയേജൻ എന്ന് പറഞ്ഞാൽ?
അൺഹൈഡ്രേറ്റഡ് ZnCl2 കോൺസ്റ്റന്റ് HCl. ഈ കാര്യം പറയാൻ വന്നത്. അത് ഓൾറെഡി ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ആൽക്കഹോൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്? ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഇവിടെ നോക്കിയേ, ഇവിടെ സിങ്ക് എന്താ, സിങ്ക് ഒരു മെറ്റൽ ആണ്. ഇവിടെ H+ പറഞ്ഞ HCl ഏതെങ്കിലും ആവട്ടെ, അപ്പൊ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ക്ലോറോമീഥൈന് മീഥൈൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ അർത്ഥം ഇവിടെ ക്ലോറിന് മറ്റാരി കയറിയിരിക്കും. യെസ്, ഹൈഡ്രജൻ കയറിയിരിക്കും. ദാറ്റ്സ് ദ തിങ്. അത് ഏതുമാട്ടെ, സിങ്ക് HCl ആവാം, സിങ്ക് HCl ആവാം, സിങ്ക് HCl ആവാം, അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് ആവാം, ആരെങ്കിലും H+ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുണ്ടായാൽ മതി. റിയാക്ട് ചെയ്യുന്ന കിട്ടുക കറസ്പോണ്ടിങ് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും. അപ്പൊ എന്ത് കിട്ടും മക്കളെ? അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കേസ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടന്റ്, രണ്ട് മെത്തേഡിലാണ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് മെത്തേഡുകളിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ആൽക്കിൽ ഹാലൈഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുക. ആൽക്കിൽ ഹാലൈഡിൽ രണ്ട് മെത്തേഡിലാണ് നമുക്ക്, രണ്ട് മെത്തേഡിലാണ് ഉണ്ടാക്കാൻ പറ്റുക. രണ്ട് മെത്തേഡിലാണ് ആൽക്കെയിൻസിനെ ഉണ്ടാക്കാൻ പറ്റുക. 2 മെത്തേഡ്സ്. രണ്ട് മെത്തേഡുകൾ ഉണ്ട് ഓർത്തിരിക്കുക. രണ്ട് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ മെത്തേഡ്, ഇത് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. സിങ്കും അതേപോലെ ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റുമായ പരിപാടി. ഇതല്ലാതെ വേറൊരു പരിപാടി ഉണ്ട്. അതിന് നെയിം റിയാക്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് വുഡ്സ് റിയാക്ഷൻ. എന്താ വിളിക്കുക? വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ എന്താ വുഡ്സ് റിയാക്ഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോർമലി ബോർഡ് എക്സാം ലെവൽ അല്ലെങ്കിൽ പ്ലസ് വൺ എക്സാം ലെവൽ എല്ലാവർക്കും കുട്ടികൾക്ക് വുഡ്സ് റിയാക്ഷൻ എന്താണെന്ന് അറിയാം. നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കി മക്കളെ, അപ്പം ആൽക്കിൽ ഹാലൈഡ് ട്രീറ്റ്മെന്റ് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ ഈതർ ആണ് സൊല്യൂഷൻ ഹയർ ആൽക്കിൽ. അതായത് മക്കളെ, നമ്മൾ ആൽക്കിൽ ഹാലൈഡ് എടുക്കും. ഞാൻ ഒരു ആൽക്കിൽ ഹാലൈഡ് എടുക്കാൻ പോവാണ്, ഒരു ആൽക്കിൽ ഹാലൈഡ് ഫോർ എക്സാമ്പിൾ CH3Br. പിന്നെ എന്ത് ചെയ്യാൻ, ഡ്രൈ ഈതറുമായിട്ട് അല്ലെങ്കിൽ സോഡിയമായി ട്രീറ്റ് ചെയ്യും. സോഡിയം ഡ്രൈ ഈതർ. അപ്പൊ ഞാൻ എല്ലാം 2 മോൾ എടുക്കും. ഇവിടെ 2 മോൾ എടുക്കും, 2 മോൾ എടുക്കും. അപ്പൊ സംഭവിക്കും മക്കളെ, സംഭവിക്കും ഈ പറഞ്ഞിരിക്കുന്ന 2 സോഡിയം എന്ത് ചെയ്യും, 2 Br കൂടി ചേർന്ന് 2 NaBr അങ്ങ് പുറത്തോട്ടും. ബാക്കി ആരുണ്ടാവും? CH3 ഉണ്ടാവില്ല. ആ CH3 തമ്മിൽ കമ്പൈൻ ചെയ്യും. CH3 അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ഒരു കാർബണാറ്റം മാത്രം ഉണ്ടായിരുന്ന ആൽക്കിൽ ഹാലൈഡ് അല്ലേ? അതെ, ഒരു കാർബണാറ്റമുള്ള ആൽക്കിൽ ഹാലൈഡ്. എനിക്ക് കിട്ടിയ എന്താണ്? ഡബിൾ ദ നമ്പർ ഓഫ് കാർബണാറ്റമുള്ള ഒരു ആൽക്കൈൻ ആണ്. ഡബിൾ ദ നമ്പർ അല്ലെ? അപ്പൊ എന്താണ്? സ്റ്റെപ്പ് അപ്പ് ആണ്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് എന്താണ്, N നമ്പർ ഉണ്ടായിരുന്ന ആൾക്കാർ എടുത്താൽ N+1 കാർബണാറ്റമുള്ള ആൾ കിട്ടും. അല്ലെങ്കിൽ ഡബിൾ ഈവനിങ് നമ്പർ, അതായത് നിങ്ങൾക്ക് ഓഡ് നമ്പർ എടുത്താണെങ്കിൽ CH3 ഒരു ഓഡ് നമ്പറിൽ ഒന്നല്ലേ ഉള്ളൂ. നീ കിട്ടിയ പ്രൊഡക്റ്റ് എന്താണ്? 2 കാർബണാറ്റമുള്ള ആളല്ലേ? വിച്ച് മീൻസ് എന്താണ്? ഈവൻ നമ്പർ കാർബണാറ്റമുള്ള ആൽക്കൈൻ കിട്ടും. ഈവൻ നമ്പർ ഓഫ് കാർബണാറ്റമുള്ള ആൽക്കൈൻ കിട്ടും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറയാൻ പോകുന്ന ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ ഇത് എൻട്രൻസ് പോയിന്റ് ആണ് മക്കളെ, എൻട്രൻസ് പോയിന്റ് ആണ്. ഞാൻ എങ്ങാനും ഇവിടെ ഈ പറഞ്ഞ പോലെ ഡ്രൈ ഈതർ എടുക്കുന്നത്. ഡ്രൈ എന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ്. ഡ്രൈക്ക് പറയാൻ ഈതർ എന്ന് മാത്രം കൊടുക്കും. അല്ലെങ്കിൽ വെറ്റ് ഈതർ ആണെന്നിരിക്കും, നനഞ്ഞിരിക്കുന്ന ഈതർ ആണെന്ന് വിചാരിക്കും. ഡ്രൈ ഈതർ ആയതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കിട്ടത്തില്ല. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. പിന്നെ വെറ്റ് ഈതർ എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? ഇനി കിട്ടാൻ എന്താ മക്കൾ, എന്തായിരിക്കും? ആൽക്കഹോൾ ആയിരിക്കും. എന്താ കിട്ടുക? ഈ കറസ്പോണ്ടിങ് ആയുള്ള ആളുടെ ആൽക്കഹോൾ ആണ് കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആൽക്കിൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ ആൽക്കിൽ ഹാലൈഡ് എന്താവില്ല, ആൽക്കീൻ ആവില്ല. പകരം എന്താ കിട്ടുക? ആൽക്കഹോൾ കിട്ടുക. എന്താണ്? വെറ്റ് ഈതർ ആണെങ്കിൽ വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നോട്ട് സൂട്ടബിൾ പ്രിപ്പയറിംഗ് എന്താണ്? ഓഡ് നമ്പർ ഓഫ് ആൽക്കൈൻസ് എന്തല്ല, ഇത് സൂട്ടബിൾ അല്ല, നോട്ട് സൂട്ടബിൾ ആണ്. ആർക്ക്? ഓഡ് നമ്പർ ഓഫ് ആൽക്കൈൻ ഉണ്ടാക്കാൻ ഈ പരിപാടി നമ്മൾ ഉപയോഗിക്കാറില്ല. നഷ്ടമാണ്. ഇത് വളരെ yield വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ NCERT പറഞ്ഞിരിക്കുന്ന കാര്യം ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 1-2 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് മക്കൾ എന്ന് പറഞ്ഞത്? ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റ്മെന്റ് വിത്ത് എന്താണ്? സോഡിയം ഇൻ മെറ്റൽ ഇൻ ഡ്രൈ ഈതർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹയർ ആൽക്കൈൻസ് ഉണ്ട്. അപ്പൊ ഹയർ ആൽക്കൈൻസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കാർബൺ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻ പേര് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രിപ്പറേഷൻ ഹയർ ആൽക്കൈൻ കണ്ടന്റ് ഈവൻ നമ്പർ ഓഫ് എന്താണ്? കാർബണാറ്റം. ഈവൻ നമ്പർ ഓഫ് കാർബണാറ്റത്തിനെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ദാറ്റ്സ് ദ തിങ്. ഇനി നമ്മളിവിടെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞേക്കാം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ എൻട്രൻസ് പോയിന്റ് ഇപ്പോൾ നോക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് ആണ്. അതായത് മക്കളെ, നമ്മൾ എടുക്കുന്നത് സെയിം ആയിട്ടുള്ള, അതായത് ഞാൻ എടുത്തിരിക്കുന്ന CH3Br എന്ന് മാത്രം എന്ന് വിചാരിക്കും. പിന്നെ ഡ്രൈ ഈതർ ഇങ്ങനെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ 2 മോൾ എടുക്കുന്നുണ്ടെന്ന് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ CH3 ഇത് കിട്ടും. ഓക്കെ, ഇനി അതല്ല ചോദ്യം. ഒരേ മോളിക്യൂൾസ് ആണെങ്കിലല്ലേ മക്കളെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരേ കോമ്പൗണ്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ആൽക്കൈൽ മീഥൈൽ ബ്രോമൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് ചോദ്യ പേപ്പറിൽ ഇങ്ങനെ വന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആൻസർ ചെയ്യാതിരിക്കാൻ പാടില്ല. CH3Br പ്ലസ് C2H5Br എന്ന് വിചാരിക്കും. ഇവർ എന്ത് ചെയ്യാണ്? ഇവർ രണ്ടുപേരുമാണ് വുഡ്സ് റിയാക്ഷൻ പങ്കെടുക്കുന്നത് വിചാരിക്കും.
സോഡിയം 2 സോഡിയമായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യും. എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക? എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവുക? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 ഡിഫറന്റ് മോളിക്യൂൾസ് ഒരേപോലത്തെ ആളല്ല, ഡിഫറന്റ് ആയ ആൾക്കാരാണ് വരുന്നതെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഈ ബേസിക്കലി നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ഈ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ലബോറട്ടറി അല്ലെങ്കിൽ നമ്മുടെ ബീക്കറിലായിരിക്കും. ബീക്കറിൽ ഞാൻ കുറച്ച് മിഥൈൽ ബ്രോമൈഡ് ഇട്ടു, കുറച്ച് ഇഥൈൽ ബ്രോമൈഡ് ഇട്ടു അല്ലെ? ഒരു മിഥൈൽ ബ്രോമൈഡ് ഒരു മോള് മാത്രം ഒരു മോളിക്യൂൾ മാത്രം ഇഥൈൽ ബ്രോമൈഡ് ഉണ്ടാവും അല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ എന്തെയും മക്കളെ, ഒരു ഇഥൈൽ ബ്രോമൈഡ് അതിനകത്തുള്ള മറ്റു ഇഥൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഒരു മിഥൈൽ ബ്രോമൈഡ് അതിനകത്തുള്ള മറ്റു മിഥൈൽ ബ്രോമൈഡുമായി റിയാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഒരു മിഥൈൽ ബ്രോമൈഡ് മറ്റു ഇഥൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് പരിപാടി. അപ്പൊ സ്വാഭാവികമായിട്ടും മക്കളെ, അതായത് മക്കളെ ആലോചിക്കുക നിങ്ങൾ, അതായത് ഈ മീഥൈൽ ബ്രോമൈഡ് എന്ത് ചെയ്യും? അടുത്ത അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഈഥൈൽ ബ്രോമൈഡ് ഈ മീഥൈൽ ബ്രോമൈഡ് റിയാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഒന്നാമത്തെ ആളാണ്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? സ്വാഭാവികം അവിടെ എന്തുണ്ട്? 2 CH3 ഉണ്ടെന്ന് സങ്കല്പിക്കുക. വുഡ്സ് റിയാക്ഷൻ എപ്പോഴും എന്താ പരിപാടി? വുഡ്സ് റിയാക്ഷൻ 2 മോളാർ റിയാക്ട് ചെയ്യുക. 2 മോളിക്യൂൾസ് റിയാക്ട് ചെയ്യും. 2 മോളിക്യൂൾസുകൾ. ഇപ്പൊ 2 2 CH3 റിയാക്ട് ചെയ്യും ആരുമായിട്ട്? എണ്ണയുമായി 2 എണ്ണയുമായിട്ട്. അതേപോലെ തന്നെ 2 CH3 പേർ എന്ത് ചെയ്യും? 2 CH3 പേർ റിയാക്ട് ചെയ്യുന്ന 2 C2H5 പേർ എന്ത് ചെയ്യും? ഇതേപോലെ റിയാക്ട് ചെയ്യും ആരുമായിട്ട്? C2H5 എന്ത് ചെയ്യും? ഇവർക്ക് എണ്ണയുമായിട്ട് റിയാക്ട് ചെയ്യും. 2 മോളിക്യൂൾ എപ്പോഴും റിയാക്ട് ചെയ്തിരിക്കും, ഉറപ്പാണ്. അതേപോലെ തന്നെ ഒരു CH3 അതേപോലെ തന്നെ ഒരു C2H5 കൂടി എന്ത് ചെയ്യും? 2 എണ്ണയുമായി റിയാക്ട് ചെയ്യും. 3 പോസിബിലിറ്റി ആണ് പറയുന്നത്. 3 പോസിബിലിറ്റി. ഒന്നാമത്തെ പോസിബിലിറ്റി എന്താണ്? ഒന്നാമത്തെ പോസിബിലിറ്റി ഒരു മോളിക്യൂൾ എന്ത് ചെയ്യും? CH3 2 മോളിക്യൂൾ ഉണ്ടാവും. അത് 2 മോളിക്യൂൾ കമ്പൈൻ ചെയ്യും. രണ്ടാമത്തെ പോസിബിലിറ്റി C2H5 2 മോളിക്യൂൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. മൂന്നാമത്തെ പോസിബിലിറ്റി CH3 C2H5 കൂടി എന്ത് ചെയ്യും? C2H5 കമ്പൈൻ ചെയ്യും 2 എണ്ണയുമായിട്ട്. അപ്പൊ 3 പോസിബിലിറ്റി അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അത് ഇതന്നെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. 3 നടക്കും. വീക്കറിനകത്ത് 3 റിയാക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് പറയാം CH3 പോവല്ലേ, C2H5 റിയാക്ട് ചെയ്തോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അത് അവരെന്ത് ചെയ്യും? അവർ ഇഷ്ടം പോലെ റിയാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടും മക്കളെ? നമുക്ക് 2 CH3 2 എണ്ണയുമായി റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടും റിയാക്ഷൻ 9% ട്രൈ ഈതർ ആണെങ്കിൽ എന്ത് കിട്ടും മക്കളെ? ട്രൈ ഈതർ CH3 കിട്ടും, ഈതയും കിട്ടും. ഇനി C2H5 ആണെങ്കിലോ അവിടെ നിന്ന് കിട്ടും മക്കളെ. C2H5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ബ്യൂട്ടൈൻ കിട്ടും, ബ്യൂട്ടൈൻ കിട്ടും. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? CH3 അതേപോലെ C2H5 ആണെങ്കിൽ എന്താ കിട്ടുക? അതാണ് ഡൗട്ട്. ഇവർ രണ്ടുപേരും കൂടി ആണെങ്കിൽ മക്കളെ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടാൻ പോകുന്നതാണ് CH3 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക മക്കളെ? പ്രൊപ്പൈൻ ആണ് കിട്ടുക. പ്രൊപ്പൈന്റെ പ്രശ്നം എന്താ മക്കളെ? പ്രൊപ്പൈൻ എന്താണ്? ഒരു ഓഡ് നമ്പറിലുള്ള ഓടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൽക്കെയിൻസ്. അപ്പം മനസ്സിലാക്കാൻ കാര്യം ഞാൻ പറഞ്ഞത് ശരി തന്നെ. കാരണം ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഈൽഡ് വളരെ കുറവാണ്. ഈൽഡ് കുറവാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ ഒരു നമ്മൾ പ്രൊപ്പൈൻ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറില്ല എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ദാറ്റ്സ് തിങ്. മനസ്സിലായില്ലേ മക്കളെ? അപ്പൊ അത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട മൊത്തം കോൺസെപ്റ്റുകൾ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഫ്രം കാർബോക്സിക് ആസിഡ് ആണ്. ഫ്രം കാർബോക്സിക് ആസിഡ് നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഫ്രം എന്താണ്? നമ്മൾ ആദ്യം എവിടെ ഉണ്ടാക്കിയത്? ഫ്രം ഹൈഡ്രോ കാർബൺസ്. അതായത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കൈൻസും ആൽക്കീൻസും നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ ആൽക്കൈൻസ് ഉണ്ടാക്കി. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ പറയുന്നത് ഫ്രം ആൽക്കിൽ ഹാലിഡ്സ്. 2 മെത്തേഡുകൾ സിങ്ക് പോലത്തെ മെറ്റീരിയലുകളും അതേപോലെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ H+ ഒക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിഡ്യൂസിംഗ് ഏജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ കിട്ടും. ആ ഹൈഡ്രജൻ ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവർ പിന്നെ ആൽക്കിൽ ഹാലിഡിന്റെ ക്ലോറിനെ മാറ്റിയിട്ട് അവർ റീപ്ലേസ് ചെയ്ത് എന്തുണ്ടാക്കും? ആൽക്കൈൻസ് ഉണ്ടാക്കും. ഈ 2 മെത്തേഡ് ഉണ്ട്. ഒന്നാം മെത്തേഡ് ഇപ്പോൾ പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വുഡ്സ് റിയാക്ഷൻ ആണ്. ആൽക്കിൽ ഹാലിഡ് റിയാക്ട് ചെയ്ത് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ ഈതർ പ്രൊഡ്യൂസ് എന്താണ്? ആൽക്കൈൻസ് ആണ്. അതിന് പ്രത്യേകം ഹയർ ആൽക്കൈൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ദാറ്റ് പ്രൊഡ്യൂസ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൽക്കൈൻസ് ആണ്. That's the thing. ഓക്കെ അല്ലേ? ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം പറയാൻ പോകുന്നത് മൂന്നാമത്തെ റിപ്രഷൻ ആണ് മക്കളെ. ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഇവിടെ നിങ്ങൾ കാർബോക്സിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കാർബോക്സിക് ആസിഡ് എന്ന് പറയുമ്പോൾ RCOOH ഇതാണ് കാർബോക്സിക് ആസിഡ്. ഒന്ന് ആലോചിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത് ആൽക്കെയിൻ അല്ലേ? ഇതാണ് ആൽക്കെയിൻ. ഈ ആൽക്കെയിൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മക്കളെ? സിമ്പിൾ, കോമൺ സെൻസ്. ഈ CO അങ്ങ് ഒഴിവാക്കിയാൽ പോരെ? COO ഒഴിവാക്കിയാൽ പോരെ? ഇതിന്റെ അർത്ഥം എന്താ? CO2 ആണിത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ മക്കൾ എന്ത് നടന്നു? എന്തുണ്ടായി? സിംപ്ലി കാർബോക്സിക് ആസിഡ് എന്തായി മാറും? ആൽക്കെയിൻസ് ആയി മാറില്ലേ? യെസ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കുന്ന പരിപാടി ഉണ്ട് ഡീകാർബോക്സിലേഷൻ. പേരിൽ തന്നെ ഉണ്ട് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോക്സിക് ആസിഡിനകത്തുള്ള CO2 അങ്ങ് ഒഴിവാക്കുക. ബാക്കി ആരും RH ഉണ്ടാവും. RH എന്താ? ആൽക്കെയിൻ ആണ്. സിമ്പിൾ. ഇനി നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണം. 2 മെത്തേഡുകൾ കാർബോക്സിക് ആസിഡ് നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിൽ എന്ത് ചെയ്യാം മക്കളെ? നമുക്ക് എന്തുണ്ടാക്കാം? 2 മെത്തേഡുകൾ ഉണ്ട്. 2 മെത്തേഡ്സ്. കാർബോക്സിക് ആസിഡ് നമുക്ക് 2 മെത്തേഡ് വഴിയാണ് എന്തുണ്ടാക്കാം? ആൽക്കേസ് ഉണ്ടാക്കാൻ പറ്റുക. ഓരോ മെത്തേഡ് നമ്മൾ പറയാം. ഒന്നാമത്തെ മെത്തേഡ് പറയാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നത് കാർബോക്സിക് ആസിഡ് സാൾട്ട് എടുക്കുന്നു. കാർബോക്സിക് സാൾട്ട്. സോഡിയം അസറ്റേറ്റ് ആവാം, അല്ലെങ്കിൽ പൊട്ടാഷ്യം അസറ്റേറ്റ് ആവാം, ഏതെങ്കിലും ആവട്ടെ. ഓക്കെ, അല്ലെങ്കിൽ സോഡിയം എത്തനോവൈറ്റ് ആവാം, അല്ലെങ്കിൽ പൊട്ടാഷ്യം എത്തനോവൈറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അസറ്റേറ്റ് എന്ന് പറയുന്നത് എത്തനോവൈറ്റ് സെയിം ആണ്. അസറ്റിക് ആസിഡ് എത്തനോയിക് ആസിഡ് ഒക്കെ സെയിം തന്നെയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഡിയത്തിന്റെ പൊട്ടാഷ്യത്തിന് എന്ത് സാൾട്ട് എടുക്കുന്നു. ആ സാൾട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു മക്കളെ? നമ്മൾ ഈ പറയുന്ന സോഡാ ലൈം ആഡ് ചെയ്യുന്നു. ആരാണ് സോഡാ ലൈം? അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ, സോഡാ ലൈം ആരാന്ന് എക്സാം ചോദിക്കാം. സോഡാ ലൈം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. സോഡാ ലൈം
സോഡ ലൈം ഇസ് മിക്സ്ചർ ഓഫ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ് നിങ്ങൾ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ്. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ് എടുക്കുന്നു. എടുത്തു. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു? സോഡ ലൈമിന് ആഡ് ചെയ്യുന്നു. സോഡ ലൈമിന് ആഡ് ചെയ്യുന്നു. അത് സോഡ ലൈമിന് ആഡ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ഗിവ്സ് ആൽക്കെയിൻസ്. ആൽക്കെയിൻസ് കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താണ്? കണ്ടെയ്നിങ് 1 കാർബൺ ലെസ് ആറ്റം ലെസ് ദാൻ ദി കാർബോക്സിക് ആസിഡ്. ഇവിടെ എത്ര കാർബോക്സിക് ആസിഡ് എത്ര കാർബൺ ആറ്റം ഉണ്ടോ അപ്പൊ n കാർബൺ ഉണ്ടെങ്കിൽ ഇവിടെ n-1 കാർബൺ ഉള്ള ഇവിടെ എന്താ കിട്ടുക? n-1 കാർബൺ ആറ്റം ഉള്ള n-1 കാർബൺ ആറ്റം ഉള്ള ആളെ കിട്ടുക. ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞ് മനസ്സിലായി നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യാം? ആൽക്കെയിൻസുകൾ ഉണ്ടാക്കാം. 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് ആണ് പറഞ്ഞത് ഫ്രം സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ്. സോഡിയമോ പൊട്ടാഷ്യോ ഇവിടെ സോഡിയം സാൾട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോഡിയം സാൾട്ട് മതി. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ് നമ്മൾ എടുക്കുന്നു. അത് ആരും വേണ്ടി ഹീറ്റ് ചെയ്യുന്നു. നമ്മൾ സോഡ ലൈമിന്റെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എക്സാം ചോദിക്കും എന്താണ് സോഡ ലൈം? അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ NaOH ഉം CaO നമ്മൾ മിക്സ്ചർ എടുക്കുന്നതാണ് സോഡ ലൈം. അപ്പൊ NaOH ഉം അതേപോലെ കാൽഷ്യം ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽഷ്യം ഓക്സൈഡും മിക്സ്ചർ വിളിക്കുന്ന പേരാണ് മക്കളെ സോഡ ലൈം എന്ന് പറയുന്നത്. സോഡ ലൈം ഇതാണ് സോഡ ലൈം. അപ്പൊ സോഡ ലൈമിലേക്ക് എന്ത് ചെയ്യും? സോഡ ലൈം എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കൊടുക്കുക. എവിടേക്ക്? സോഡിയം എത്തനോയിറ്റിലേക്ക്. അല്ലെങ്കിൽ സോഡിയം എത്തനോയിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു? സോഡ ലൈം ആഡ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? മീഥെയിൻ കിട്ടും അല്ലെങ്കിൽ ആൽക്കെയിൻ കിട്ടും. എന്താ ഇവിടെ സംഭവിച്ചത് മക്കളെ? സിമ്പിൾ കാര്യമാണ്. അതായത് ഈ കാണുന്ന CO2 ഇല്ലടാ CO2 അതങ്ങ് പുറത്തോട്ട് പോകും. അതങ്ങ് പുറത്തോട്ട് പോകും. മാത്രമല്ല ഇവിടെ ആക്ച്വലി കൃത്യമായിട്ട് പുറത്തോട്ട് പോകുന്ന ആലോചിച്ച് NO2CO3 ആണ് പുറത്തോട്ട് പോകുന്നത്. NO2CO3 പുറത്ത് എങ്ങനെ ആ റിയാക്ഷൻ കാണിച്ചത് നിങ്ങൾക്ക്? റിയാക്ഷൻ കൃത്യമായി കാണിച്ചു തരാം. എല്ലാവരുടെ കൂടെ ഇല്ലേ? എല്ലാവരുടെ കൂടെ ഇല്ലേ? യെസ്. റിയാക്ഷൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ എല്ലാവരും നോക്കിയേ. ഇതാണ് നമ്മൾ പറയുന്നത് സോഡിയം എത്തനോവേറ്റ് അല്ലെങ്കിൽ സോഡിയം അസ്റ്റേറ്റ് എന്ന് പറയുന്നത് CH3CONA. അത് ആരും റിയാക്ട് ചെയ്യുന്നു? NaOH ഉം അതേപോലെ തന്നെ NaOH ഉം അതേപോലെ എന്തുണ്ട് മക്കളെ? ഈ പറയുന്നത് കാൽഷ്യം ഓക്സൈഡ്. ഈ മിക്സ് കളിക്കുന്ന പേരാണ് സോഡ ലൈം എന്ന്. സോഡ ലൈം ഇതാണ് സോഡ ലൈം. ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ മെക്കാനിസം മിസ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ പരിപാടി നടക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന NAയും ഈ NAയും Na2 ആവില്ലേ? Na2 ആകും. പിന്നെ ഇവിടെ ഉണ്ട് CO2 ഇല്ലേ? CO2 ഉണ്ട്. ഒരു ഓക്സിജൻ കൂടി ഇല്ലേ? CO3. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കൂടി കൂടിച്ചേരും. അപ്പൊ എന്താവും? Na2 ആരാണ്? Na2CO3 ആണ്. സോഡിയം കാർബണേറ്റ്. അതങ്ങ് പുറത്തോട്ട് പോകും. Na2CO3 അങ്ങ് പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ട്? ബാക്കി ഇവിടെ ഒരു ഹൈഡ്രജൻ ഇല്ലേ? ആ ഹൈഡ്രജൻ ഇവിടെ അങ്ങ് കയറിയിരിക്കും. എന്ത് ഫോം ചെയ്യും മക്കളെ? CH4 ഫോം ചെയ്യും. മനസ്സിലായോ? യെസ്. ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് ഫ്രം കാർബോക്സിലിക് ആസിഡ് എന്നുള്ള കാര്യം. ഫ്രം കാർബോക്സിലിക് ആസിഡ് കാര്യം. ഒന്നാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. ഞാൻ എടുത്തിരിക്കുന്ന കാർബോക്സിലിക് ആസിഡിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സൈഡ് പ്രത്യേകത എന്താണ്? 2 കാർബൺ ഉണ്ട്. 2 കാർബൺ. പക്ഷെ എനിക്ക് കിട്ടിയ ആൽക്കിന്റെ പ്രത്യേകത എന്താണ്? ഒരു കാർബൺ കുറവാണ്. അതായത് N-1 കാർബൺ ഉള്ളത്. നിങ്ങൾ എടുത്തിരിക്കുന്നത് N കാർബൺ ആണെങ്കിൽ ഇവിടെ എന്താണ്? N-1 കാർബൺ. അതായത് ഒരു കാർബൺ ആറ്റം കുറവുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. വുഡ്സ് റിയാക്ഷൻ ആണെങ്കിൽ ഒരു കാർബൺ ആറ്റം കൂടിയുള്ള ആളാണ് എനിക്ക് കിട്ടിയത്. വിച്ച് മീൻസ് സ്റ്റെപ്പ് ആയിരുന്നു അല്ലെങ്കിൽ ഹയർ ആൽക്കെയിൻ കിട്ടാനാണ് വുഡ്സ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ എന്താണ്? നമുക്ക് കിട്ടുന്ന കാർബൺ ആറ്റം ഒന്ന് കുറവാണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ എക്സാമിന് ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ചോദിക്കുക. അപ്ലിക്കേഷൻ ലെവൽ ഇങ്ങനെ ചോദ്യം വരും. സോഡിയം സാൾട്ട് ഓഫ് വിച്ച് ഓഫ് ആസിഡ് വിൽ നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എന്താണ്? പ്രൊപ്പൈൻ. ഈ പ്രൊപ്പൈൻ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഏത് സോഡിയം സാൾട്ട് ഉപയോഗിക്കണം? അപ്പൊ നിങ്ങൾ ആലോചിക്കും പ്രൊപ്പൈൻ ഉണ്ടാക്കണം. 3 കാർബൺ ആണ് പ്രൊപ്പൈൻ. അപ്പൊ സ്വാഭാവികമായിട്ടും 4 കാർബൺ ഉള്ള സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിക് ആസിഡ് ഉപയോഗിച്ചാലേ ഉള്ളൂ എനിക്ക് എന്ത് കിട്ടത്തുള്ളൂ? 3 കാർബൺ എന്ത് കിട്ടത്തുള്ളൂ? ആൽക്കെയിൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബ്യൂട്ടനോയിക് ആസിഡ് ഉപയോഗിക്കണം. ബ്യൂട്ടനോയിക് ആസിഡിന്റെ സാൾട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? യെസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പൈൻ കിട്ടും. എന്ത് കിട്ടും? പ്രൊപ്പൈൻ കിട്ടും. അപ്പൊ ഞാൻ പെന്റനോയിക് ആസിഡ് ഉപയോഗിച്ചാലോ? പെന്റനോയിക് ആസിഡ് ഉപയോഗിച്ചാൽ സോഡിയം പെന്റനോവേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ബ്യൂട്ടൈൻ കിട്ടും. അപ്പൊ നമ്മള് ഡീകാർബോക്സിലേഷൻ കാർബോക്സിക് ആസിഡിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്ത്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ ഇക്വേഷൻ ബുക്കിന്റെ അകത്ത് എന്ത് ഇവിടെ എഴുതി വെക്കുക. നിങ്ങളിത് ഓരോന്ന് എഴുതണം. ഓരോന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിട്ടോ. അതായത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് അടുത്ത് പറയാം. അവിടെ ആരോ ഉപയോഗിക്കുന്നത്? സോഡ ലൈം. സോഡ ലൈം കാരണം സോഡ ലൈം എന്ന് പറഞ്ഞാൽ NaOH പ്ലസ് C. നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ ചാപ്റ്റർ ചെയ്യുമ്പോൾ ഫുൾ സെറ്റ് ആക്കിയാൽ മതി. സോഡ ലൈം. ഇവിടെ റിയാക്ഷൻ വരുന്നത് ഡീകാർബോക്സിലേഷൻ. ഇങ്ങനെ എഴുതി വെക്കാം. ഡീകാർബോക്സിലേഷൻ. റെഡി? ഓക്കെ. അപ്പൊ എന്ത് ഫോം ചെയ്യും മക്കളെ? ഡീകാർബോക്സിലേഷൻ വരുമ്പോൾ കാർബോക്സിക് ആസിഡ് കാർബോക്സിക് സാൾട്ട് എന്ത് ഫോം ചെയ്യാൻ പറ്റും? ആൽക്കെയിൻസ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. ദാറ്റ്സ് എ തിങ്. NCERT തറാവുന്നില്ലേ? യെസ്. ഇനി നമ്മൾ കാർബോക്സിക് ആസിഡ് തന്നെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഇതേപോലെ തന്നെ നമുക്ക് എന്തിനാ ആൽക്കെയിൻസ് ഉണ്ടാക്കാം. അത് വേറെ പരിപാടി. നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്ന കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. അപ്പൊ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോബ്സ് ഇലക്ട്രോലൈറ്റിക് മെത്തേഡ്. നമ്മൾ ആൽഡിഹൈഡിലൊക്കെ കോബ്സ് പഠിക്കുന്നുണ്ടല്ലേ? ആൽക്കഹോൾ റൈമർ റിയാക്ഷൻ കോപ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ? റൈമർ ടൈമിലാണ് എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? ടൈമിലാണ് സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടും. കോപ്സിലാണെങ്കിലോ സാലിസിലിക് ആസിഡ് കിട്ടും. ആ കാര്യങ്ങൾ പഠിച്ചതാണ്. എനിവേ നമ്മൾ ഈ ഒരു കാര്യം കോൺസെപ്റ്റ് പറയുന്നതാണ് ഈ പറയുന്ന കോപ്സ് ഇലക്ട്രോളിസിസ്. അപ്പൊ നമ്മൾ കോപ്സ് ഇലക്ട്രോളിസിസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ എല്ലാവരും ഇരിക്കുക. സെറ്റ് ആക്കണം നമുക്ക്. ഓക്കെ. എന്റെ കൂടെ ഇല്ലേ? എല്ലാവരും എന്റെ കൂടെ ഇല്ലേ? യെസ്.
അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായി പറഞ്ഞുതരാം. കോപ്സ് ഇലക്ട്രോളിസിസ്. കോപ്സ്. യെസ്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? എന്താണ് കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി കോപ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ സോഡിയം അല്ലെ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കാം. പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്ത് ചെയ്യുന്ന ആൾക്കാരും ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, ഞാൻ ഒരു പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് CH3COO K+. ഓക്കെ, പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ അല്ലേ? ഇതിങ്ങനെ ആഡ് ചെയ്യുന്നു, വാട്ടറിന് ആഡ് ചെയ്യുന്നു. അക്വസ് കണ്ടീഷനിലാണ് ഞാൻ എടുക്കുന്നത്. അക്വസ് സൊല്യൂഷൻ ഓഫ് എന്താണ് ഞാൻ എടുക്കുന്ന കണ്ടീഷൻ നമുക്ക് അക്വസ് സൊല്യൂഷൻ ഓഫ്, അതായത് ഞാൻ എടുക്കുന്ന സംഭവം പ്രത്യേകം എന്ന് വെച്ചാൽ വീര്യം കുറഞ്ഞ വെള്ളം ഒഴിച്ചിരിക്കുന്ന സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിൽ, കാർബോക്സിക് ആസിഡ് സാൾട്ട് എടുക്കുന്നു, അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുന്നു, ഡൈലൂട്ട് ചെയ്യുന്നു. ആ സാധനമാണ് ഞാൻ എന്ത് ചെയ്യുന്ന റിയാക്ഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ അക്വസ് സൊല്യൂഷൻ ഓഫ് എന്താണ്, അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം സാൾട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊട്ടാഷ്യം സാൾട്ട് കാർബോക്സിക് ആസിഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇലക്ട്രോളിസിസ് അല്ലേ, അപ്പൊ രണ്ട് ഇലക്ട്രോഡുകൾ ഉണ്ടാവുമല്ലോ. ഏതൊക്കെ രണ്ട് ഇലക്ട്രോഡുകൾ? ഒന്ന് ആനോഡും ഉണ്ട്, ഒന്ന് ആനോഡും ഉണ്ട്. ഒന്ന് ആനോഡ്, കാഥോഡ്. ഒന്ന് ആനോഡാണ്, മറ്റേതാണ് കാഥോഡാണ്. ഈ ആനോഡ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ആനോൺ വരുന്ന ഇലക്ട്രോഡാണ് ഇത് ആനോഡ് എന്ന് പറഞ്ഞത്. ആനോൺ വരുന്ന ഇലക്ട്രോഡാണ് ഇത് ആനോഡ് എന്ന് പറഞ്ഞത്. സോ ആനോണിന്റെ ചാർജ് എന്താ, ആനിയോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ആനിയോൺ. ആനിയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അത് ഇങ്ങനെ വരുന്ന ഇലക്ട്രോഡാണ് ഇത് ആനിയോൺ എന്ന് പറഞ്ഞത്. ഇനി കാത്തോഡ് എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റോൺ വരുന്ന ഇലക്ട്രോഡാണ്. കാറ്റോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. അത് ഇങ്ങനെ വരുന്ന ഭാഗമാണ് എന്ത്, കാഥോഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആനോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആയ ആനിയോൺ വരുന്ന സ്ഥലമാണ് എന്ത്, ആനോഡ്. കാത്തോഡ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് ചാർജ് കാറ്റോൺ വരുന്ന ഇലക്ട്രോഡാണ് എന്ത്, കാഥോഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ കോമൺലി അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ്, ബേസിക് കോൺസെപ്റ്റ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അസറ്റിക് ആസിഡ് ഇല്ലേ, അസറ്റിക് ആസിഡ്, ഈ അസറ്റിക് ആസിഡ് എന്താണ്, CH3COO മൈനസ്, CH3CO മൈനസ് അല്ല ഉണ്ടാവുക, CH3COO മൈനസ് ആയിട്ടും അല്ലെങ്കിൽ CH3COK ഉണ്ടാവുക. അസറ്റിക് പൊട്ടാഷ്യം അസറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ് ഒക്കെ ആണെങ്കിൽ വിചാരിക്കും. അപ്പൊ ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യുക, ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന മക്കളെ, ഇത് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും, ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. CH3COO മൈനസും K+ ആയിട്ട് പൊട്ടും. CH3CO മൈനസും K+ ആയിട്ട് പൊട്ടും. ഇതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഇനി ഈ CH3CO മൈനസ് എങ്ങോട്ട് പോകും മക്കളെ, CH3CO മൈനസ് എങ്ങോട്ട് പോകും, നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പൊ അത് ആനയോൺ അല്ലേ, എങ്ങോട്ട് പോകും, അത് ആനോഡിലേക്ക് പോകും. ഇനി K+ എന്താ, കാറ്റോൺ അല്ലേ, അവൻ എങ്ങോട്ട് പോകും, കാഥോഡിലേക്ക് പോകും. ഇതാണ് നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഇതാണ് അടുത്ത കോൺസെപ്റ്റ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ CH3CO മൈനസ് എന്ത് സംഭവിക്കുന്നുള്ളതാണ്. CH3CO മൈനസ് എന്ത് സംഭവിക്കും, CH3CO മൈനസ് എന്ന് പറഞ്ഞാൽ CH3CO മൈനസ്. അപ്പൊ ആനോഡിൽ എന്താ, ആനോഡിൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആനോഡിലേക്ക് ആര് പോയിട്ടുണ്ട്, ഇപ്പം CH3COO മൈനസ്, ഇയാൾ പോയിട്ടുണ്ട്. ഇതാണ് CH3CO മൈനസ് പറഞ്ഞത്. ഈ ഞാൻ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് നിങ്ങൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഇപ്പൊ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് CH3CO മൈനസ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ എന്തുണ്ട്, ആനോഡിലേക്കല്ലേ പോയത്. ആനോഡിൽ എന്താ നടക്കുക, ആനോഡിൽ നടക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താ, ആനോഡ്. ആനോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, അവിടെ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ആനോഡ് നിങ്ങൾ പണ്ട് പഠിച്ച സ്കൂളിലൊക്കെ എന്താണ്, ആനോക്സും കാറ്റ് റെഡും, ചുവന്ന പൂച്ച, മനസ്സിലായില്ലേ, റെഡ് ക്യാച്ച് അല്ലേ. അപ്പം ആനോക്സും കാറ്റ് റെഡും, അതായത് ആനോഡിൽ ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ റിഡക്ഷൻ ആണ്. ഈ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി ഇലക്ട്രോൺ ഒഴിവാക്കുന്ന പരിപാടിയാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. ആനോഡിൽ എന്താ എടുക്കുക, ഓക്സിഡേഷൻ അല്ല എടുക്കുക, അതായത് ഇലക്ട്രോണിനെ ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിനർത്ഥം ആനോഡിലാണ് CH3CO മൈനസ് എത്തുകയെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഈ നെഗറ്റീവ് ചാർജ് ഇല്ലേ, ഈ നെഗറ്റീവ് ചാർജ് ഇല്ലേടാ, നോക്കൂ മക്കളെ, നോക്കൂ, ഈ നെഗറ്റീവ് ചാർജ് ഇല്ലേ, ആ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, അവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ടാകും, 2 ഇലക്ട്രോണുകൾ. ഈ 2 ഇലക്ട്രോണുകളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുക, വിച്ച് മീൻസ് അതായത് ഇലക്ട്രോണുകൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുക. 2 ഇലക്ട്രോണുകൾ ഉണ്ടാകും, അത് ഒഴിവാക്കാനാണ് ശ്രമിക്കുക. ബിക്കോസ് അവിടെ നടക്കും ഓക്സിഡേഷൻ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു ഇലക്ട്രോൺ അങ്ങ് പോകും, പറയുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും, അങ്ങ് പോകും. അപ്പൊ ഇലക്ട്രോൺ പോകുമ്പോൾ മക്കളെ സ്വാഭാവികം എന്താ സംഭവിക്കുക, പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്ട്രക്ചർ ഒന്ന് കാണിച്ചേ, CH3C ഡബിൾ ബോണ്ട് O, ഒരു ഇലക്ട്രോണും ഒരു ഇലക്ട്രോണാണ് പോവുക, ഒരു ഇലക്ട്രോൺ കൊണ്ടുപോകും, ബിക്കോസ് ഓക്സിജൻ നടക്കും. ബാക്കി ഒരു ഇലക്ട്രോൺ അവിടെ കിടപ്പുണ്ടാവും. ഇതെന്താ, ഫ്രീ റാഡിക്കലാണ്. ഫ്രീ റാഡിക്കലാണ്. ഒരു ഇലക്ട്രോൺ ആണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, -1 ഇലക്ട്രോൺ. ഓക്കെ, അത് പോയി. ബാക്കി ഒരു സ്ട്രക്ചർ ഇതാണ്. ഇതാണ് ബാക്കി ഒരു സ്ട്രക്ചർ. ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് മക്കളെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇതുവരെ മനസ്സിലായില്ലേ, ഇതുവരെ മനസ്സിലായില്ല, ബാക്കി പറയാൻ മനസ്സിലാവും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതായത് ഇത് പക്ക കോൺസെപ്റ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇനി ഈ ഒരു ബോണ്ട്, ഒരു മിനിറ്റ് നോക്കണം, എല്ലാവരും നോക്കണേ. ഇവിടെ നിന്നുണ്ടാവും, ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവില്ലേ, ഈ ഇലക്ട്രോൺ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു
ഒരു ഫ്രീ റാഡിക്കൽ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് ചാടും. ഇവിടുത്തെ ബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചാടും. ഇയാൾ ഇങ്ങോട്ട് ചാടും. ഓക്കെ, ഇയാൾ ഇങ്ങോട്ട് ചാടും. അപ്പം ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. അതായത് ഒന്നുമില്ലടാ, ഒന്നുമില്ല, ഒന്നുകൂടി പറയാം, മനസ്സിലായിട്ടില്ല, ഒന്നും പറയാം. ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോണും കിട്ടും, അതുപോലെ ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോണും കിട്ടും. ആ ഫ്രീ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചാടും. അപ്പൊ എന്ത് ചെയ്യും, CO2 ആയി മാറും. CO2 എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാലോ, അപ്പൊ ഇവിടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടിയില്ല, ഇവിടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോയി, ഇവിടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. ഇത് മെക്കാനിസം മാത്രമാണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ആനോഡിൽ എന്ത് കിട്ടി, ഒരു മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. ആനോഡിൽ എന്ത് കിട്ടി, ഒരു മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? യെസ്. ഇതേപോലെ ഒരുപാട് റിയാക്ഷൻ ഈ ആനോഡിൽ ഇതേപോലെ എന്ത് ചെയ്യും, വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന സോഡിയം, ഈ അസറ്റിക് ആസിഡ് അയോൺ എന്ത് ചെയ്യും, ഇതുപോലെ റിയാക്ഷൻ നടത്തുന്നതായിരിക്കും. അപ്പൊ എന്നിട്ട് മക്കളെ ഒരുപാട് മിഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടും. ഈ രണ്ട് മിഥൈൽ ഫ്രീ റാഡിക്കൽ നമ്മൾ കൂടിച്ചേർന്ന് എന്താ കിട്ടുക, CH3 എന്ന് പറയുന്ന ഇഥെയിൻ കിട്ടും. അപ്പൊ നമുക്ക് ആനോഡിൽ എന്ത് കിട്ടും, ഇഥെയിൻസ് കിട്ടും, ഇഥെയിൻ കിട്ടും. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റെഡിയല്ലേ? ഇനി മക്കളെ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും കാര്യം മനസ്സിലായി തന്നെ ഫുൾ കഴിഞ്ഞു, ഓൾമോസ്റ്റ് സെറ്റ് ആയി. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാഥോഡിൽ നടക്കുക, കാഥോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏത് അയോണാ പോകുന്ന കാഥോഡിലേക്ക്, K+ അല്ലേ? K+ എന്ന് പറയുമ്പോൾ അവിടെ കാഥോഡ് റിഡക്ഷൻ അല്ലേ, വിച്ച് മീൻസ് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യല്ലേ ചെയ്യുക, അതെ, എന്തുണ്ടാവും, പൊട്ടാഷ്യം കിട്ടും. അതേപോലെ ഈ പറയുന്ന വെള്ളം നമ്മൾ ഓൾറെഡി പറഞ്ഞ അക്വ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അക്വ സൊല്യൂഷൻ അസിറ്റിക് ആസിഡിന്റെ സാൾട്ട് അല്ലെങ്കിൽ അതിന്റെ സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാഷ്യം സാൾട്ട് നമ്മൾ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ അങ്ങോട്ട് പോകുക, കാഥോഡിലേക്കാ പോവുക. ആ വാട്ടർ എന്ത് ചെയ്യും, പറഞ്ഞിരിക്കുന്ന പൊട്ടാഷ്യം കൂടി ചെന്നുണ്ടാവും മക്കളെ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പം നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ചോദിക്കുന്ന കാര്യം വെച്ചാൽ എന്തൊക്കെയാണ് ആനോഡിൽ ഉണ്ടാവുന്നത്, ആനോഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ്? കാരണം ആൽക്കീൻ ഉണ്ടാക്കുന്നു. ആ ആൽക്കിന്റെ പ്രത്യേകത എന്താണ്? എന്താ മക്കളെ? നമ്മൾ എടുത്തിരുന്ന ആൽക്കിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ. നമ്മൾ എടുത്തിരിക്കുന്ന ആൽക്കീൻ എന്ന് പറഞ്ഞാൽ CH3COO എന്ന് പറയുന്ന 2 കാർബൺ ഉള്ള സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാഷ്യം സാൾട്ട് എടുത്തെങ്കിൽ അത്രയും കാർബൺ ഉള്ള ആൽക്കീൻ ഉണ്ടായി. റെഡിയല്ലേ? ഉണ്ടായി. ഓക്കെ, ഫൈൻ. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് അതും ആനോഡിലാണ്. പിന്നെ മറ്റൊരു കാര്യം, കാഥോഡിൽ എന്താണ്? കാഥോഡിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ റിലീസ് ചെയ്തു, അത് കാഥോഡിലാണ്. മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മുടെ കാഥോഡിൽ എന്ത് ചെയ്തു, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ആ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്, അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ ബേസിക് ആകും. ഇത് ബേസിക് ആവുന്ന റീസൺ. ബേസിക് ആവുന്ന റീസൺ എന്താ വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന കാഥോഡിൽ എന്ത് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് കാഥോഡ് ആവുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ AC എന്ന് അലച്ചാൽ മതി. എന്താ വെച്ചാൽ മതി, AC. നിങ്ങൾ തണുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, AC ഡൂലെ AC. ആനോഡിൽ എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പൊ കാഥോഡിൽ എന്തായിരിക്കും, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യത്രേ ഉള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്നത് വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ എടുത്തിട്ട് കോൺസെപ്റ്റ് പറഞ്ഞുതരാം നിങ്ങളോട്. ഇവിടെ CH3COO- എടുത്തിരിക്കുന്ന 2 കാർബൺ ഞാൻ പറഞ്ഞു. പക്ഷെ ആക്ച്വലി നമ്മൾ ഇങ്ങനെയല്ല എഴുതാറുള്ളത്. CH3COO- എന്ന് പറയുന്നത് ഇതാണ് അസറ്റേറ്റ് അയോൺ എന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ എഴുതാം, RCOO- എന്ന് പറയാം. ഇങ്ങനെ പറയാം. നമ്മൾ എടുത്തിരിക്കുന്ന 6 ഒരു 6 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, 2 6 കിട്ടും. അതായത് ഡബിൾ നമ്പർ കിട്ടും, ഹയർ ആൽക്കെയിൻസ് കിട്ടും. അത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഹയർ ആൽക്കെയിൻസ് കിട്ടും. കാരണം കോപ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് ആണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ എന്ത് ചെയ്യുന്നു, ഡീകാർബോക്സിജൻ ആണെങ്കിൽ ഒരു കാർബൺ കുറഞ്ഞതാണ് കിട്ടുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 6 ഉള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്, ആൽക്കൈൽ 6 ഉള്ള ഒരു അസറ്റേറ്റ് അയോൺ എടുത്തെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, 6 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എടുത്ത് ഇങ്ങനെയാന്ന് വിചാരിക്കും നിങ്ങൾ. ശ്രദ്ധിക്കണേ, ആ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞപ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിന്റെ ഈ കാർബൺ കൂടി എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്ത് പോകും. ഇതുകൊണ്ടാണ് ഈക്വൽ നമ്പർ. അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ എടുക്കാം. ലെറ്റ്സ് സേ CH3 CH2 COO- ആണെങ്കിൽ എനിക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക, സിമ്പിൾ. ഇതാണ് R ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും മക്കളെ, പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഇയാൾ ഡബിൾ എടുക്കുക, CH3 CH2 CH2 CH3. ഇതാണ് എന്റെ ആൽക്കീൻ. ഇത്ര മനസ്സിലായോ? ഹയർ ആൽക്കെയിൻസ് കിട്ടാൻ ഞാൻ എന്ത് ഉപയോഗിക്കും, ഹയർ ആൽക്കെയിൻസ് കിട്ടാൻ കോപ്സ് ഇലക്ട്രോളിസിസ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ്സ് എ തിങ്. അപ്പൊ ഇത്രയും ഞാൻ നേരം പറഞ്ഞത് മെക്കാനിസം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ബേസിക് ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, NCERT നോക്കിയേക്കാം. ഡീറ്റെയിൽ ആയിട്ട് വേണോ ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട. അതിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെ ഫോം ചെയ്യുന്ന കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ആനോഡിൽ എന്തൊക്കെ ഉണ്ടാകും? ആനോഡിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ആനോഡ് ഉണ്ടാകാൻ പോകുന്നത് അസറ്റേറ്റ് അയോൺ എന്ത് ചെയ്യും, അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ, അതായത് മിഥൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. മിഥൈൽ ഫ്രീ റാഡിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ആ 2 മിഥൈൽ ഫ്രീ റാഡിക്കൽ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇഥൈൻ ഫോം ചെയ്യും. അതായത് മിഥൈൽ ഫ്രീ റാഡിക്കലിൽ നിന്ന് ഇഥൈൻ ഫോം ചെയ്തു, വിച്ച് മീൻസ് എന്താണ്, ഹയർ ആൽക്കെയിൻസ് ഫോം ചെയ്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ മറ്റൊരു പോയിന്റ്, ഇവിടെ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം അറിയാം, ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ഇലോങ്ങേഷൻ ഒക്കെയാണ്. ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു.
എന്താ വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ഒരുപാട് C3 മോളിക്കുകൾ ഉണ്ട്, അവരെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുപാട് നടക്കുന്നത്. അവസാനം ടെർമിനേഷൻ നടന്നത് എന്ത് ചെയ്യും, റിയാക്ഷൻ നിൽക്കുകയും ചെയ്യും. എനിവേ ഇനി അതുപോലെ കാത്തോഡ് ഉണ്ടാവും. കാത്തോഡിൽ നിങ്ങൾക്കറിയാം ഹാർട്ടും അതേപോലെ തന്നെ പൊട്ടാഷ്യം ഉണ്ടാവും. പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അതേപോലെ തന്നെ എന്തൊരു റിലീസ് ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ റിലീസ് ചെയ്യുന്നത് കാഥോഡിലാണ്. അതേപോലെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കാഥോഡിൽ ഉണ്ടായതുകൊണ്ട് എന്താണ്, അത് ഭയങ്കര ബേസിക്കും ആയിരിക്കും. എക്സാം ചോദിക്കും എന്തുകൊണ്ടാണ് ബേസിക് ആവുക, അപ്പോൾ നിങ്ങൾ പറയണം കാഥോഡിൽ ആര് റിലീസ് ചെയ്തു, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് റിലീസ് ചെയ്തു. അത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് പറയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, അവരുടെ സ്വഭാവ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ ഇത് നോൺ പോളർ. ആൽക്കേറ്റ്സ് എന്താണ് നോൺ പോളർ എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒന്നും അധികം കാണൂല. പോളർ ആണെങ്കിൽ ഇത് വെള്ളത്തിൽ കാണും, സോലിബിൾ ആണ്. ഇത് വെള്ളത്തിൽ നിന്ന് സോലിബിൾ ഒന്നും ആയിരിക്കില്ല. മാത്രമല്ല അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താണ്, ദ ഫസ്റ്റ് 4 മെമ്പേഴ്സ്, അതായത് C1 മുതൽ C4 വരെ എന്താണ് ഗ്യാസുകളാണ്. അപ്പൊ ആൽക്കേനിൽ ആദ്യത്തെ 4 ആൾക്കാർ എന്താണ് ഗ്യാസുകളാണ്. പിന്നെ 5 മുതൽ 7 17 വരെ എന്താ ലിക്വിഡ് ആണ്. ആൻഡ് 18 കാർബൺ ആറ്റം മുതൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ് സോളിഡ് ആണ്. അപ്പം C1 to C4 ഗ്യാസ് ആണ്, C5 to C17 ലിക്വിഡ് ആണ്, ആൻഡ് C18 ഹയർ ആൽക്കേറ്റ്സ് എന്താണ് ഗ്യാസ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടെ അധികം പോയിന്റുകളൊന്നും അതിനകത്തില്ല. പിന്നെ എൻട്രൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബോയിലിംഗ് പോയിന്റ് ബന്ധപ്പെട്ട ബോയിലിംഗ് പോയിന്റ് കാര്യം എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് എക്സാം ചോദിക്കുന്നതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ബോയിലിംഗ് പോയിന്റ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മക്കൾ എന്താ, ബോയിലിംഗ് പോയിന്റിൽ നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു മാസ്. അതായത് നമ്മളിപ്പം ആൽക്കിൻ മീതേൻ ഈതേൻ പ്രൊപ്പൈൻ എടുക്കുകയാണെങ്കിൽ ആർക്കാ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും, പ്രൊപ്പൈൻ ആണ്. കാരണം മാസ് കൂടിയത് കൊണ്ടാണ്. ഇനി എന്താണ് അതിന്റെ ഐസോമറിക് ആൽക്കിൻസ് എടുക്കുകയാണ്, ബ്രാഞ്ച് വരികയാണെന്ന് വിചാരിക്കും. ബ്രാഞ്ച് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ബ്രാഞ്ച് വരുമ്പോൾ ബോയിലിംഗ് അപ്പോൾ ബ്രാഞ്ച് ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്താണ് ബ്രാഞ്ച് ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ പറയുന്നത് പ്രൈമറി ആൽക്കൈൻ ഉണ്ട്, സെക്കൻഡറി ആൽക്കൈൻ, ടെർഷറി ആൽക്കൈൻ ഉണ്ട് വിചാരിക്കും. പ്രൈമറിക്കാണ് കൂടുതലുണ്ട്, കാരണം എന്താണ് അതിന് ബ്രാഞ്ചിങ് കുറവാണ് കമ്പയർ സെക്കൻഡറി ആൻഡ് ടെർഷറി. മനസ്സിലായില്ലേ? ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്, അടുത്താണ് ഇമ്പോർട്ടന്റ് കാര്യം, കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്ന കാര്യം സമയത്ത് നമ്മുടെ റിയാക്ഷൻസ് നമ്മൾ പഠിക്കാനുണ്ട്. റിയാക്ഷൻ ആണത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വളരെ സിമ്പിൾ റിയാക്ഷൻ, ഹാലോജിനേഷൻ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതിന്റെ ടൈപ്പാണ് ഹാലോജിനേഷൻ, അതായത് ഹാലോജൻ എന്ന് ആഡ് ചെയ്യുക അവിടെ ആൽക്കെയിൻസിൽ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത് ഹാലോജിനേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് ഹാലോജിനേഷൻ. എൻട്രൻസ് പഠിക്കുന്ന കുട്ടി മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അവിടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും, ഇനീഷിയേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ പോലെ സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ടായിരിക്കും. അത്ര മാത്രങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പം സംഭവിക്കാൻ പോകുന്നത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ പോലെ നമ്മൾ മീഥെയിനിലേക്ക്, ഇത് മീഥെയിൻ ആണ്, ഇത് മീഥെയിൻ ആണ്. മീഥെയിലേക്ക് ആഡ് ചെയ്യുന്നത് ക്ലോറിൻ അങ്ങ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, H2 പ്രസന്റ് ആഡ് ചെയ്താൽ മീഥെയിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. അതേപോലെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. അവരോട് കൂടി ചേർന്ന് CH3Cl ഉണ്ടാവും. ഓക്കെ, ആ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ബേസിക് അറിഞ്ഞാൽ മതി എന്ത്, ക്ലോറോ മീഥെയിൻ ഉണ്ടാകും. അതായത് ജസ്റ്റ് ഇവിടെ ഹൈഡ്രജൻ മാറ്റി ആര് കയറിയിരിക്കുക, ക്ലോറിൻ കയറിയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അടുത്ത CH3Cl വീണ്ടും റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. അടുത്ത ക്ലോറിൻ കയറിക്കും, ഡൈക്ലോറോ മീഥെയിൻ കിട്ടും. പിന്നെ അടുത്ത ക്ലോറിൻ കയറിക്കും, ട്രൈക്ലോറോ മീഥെയിൻ ക്ലോറോഫോം കിട്ടും. ഇനി എന്ത് ചെയ്യും, അടുത്ത ക്ലോറിൻ കയറിക്കും, എന്ത് കിട്ടും, ടെട്രാക്ലോറോ മീഥെയിൻ CCl4 കിട്ടും. ഇതോടെ എന്ത് ചെയ്യും, റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുക, ടെർമിനേറ്റ് ചെയ്യാണ് ചെയ്യുക. എത്ര മാത്രങ്ങൾ അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും അതിന്റെ ആവശ്യമില്ല. അപ്പം ഹാലോജിനേഷൻ റിയാക്ഷൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി മക്കളെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുന്ന് ചോദ്യം ചോദിക്കാം. ഇവിടുന്ന് എന്താണ് ചോദ്യം, അതായത് റേറ്റ് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ടാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് ആൽക്കെയിൻ വിത്ത് ഹാലജൻ. ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ, അതായത് ആൽക്കെയിൻസ് ഹാലജനുമായിട്ട് കാണിക്കുന്ന റിയാക്ഷൻ വേഗത. അതായത് നമ്മളിപ്പോൾ ഏത് ഹാലജാണ് ഈ പറയുന്ന ആൽക്കെയിനുമായിട്ട് ഹൈലി റിയാക്ട് ചെയ്യുക, ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്. ഫ്ലൂറിന്റെ ഓർഡർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നുള്ള ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷേ ഹൈഡ്രജൻ ഹാലൈഡുകൾ ആണെങ്കിൽ, ഹൈഡ്രജൻ ഹാലൈഡ് HX, അതായത് HF, HBr, HI ഒക്കെ ആണെങ്കിൽ എന്താ റിയാക്റ്റീവ് ഓർഡർ തിരിയും മക്കളെ, നേരെ തിരിയും. ഈ പറയുന്ന ആൽക്കൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ആൽക്കെയിൻസിനോട് റിയാക്ടിവിറ്റി, റിയാക്ടിവിറ്റി ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻ റിയാക്ടിവിറ്റി നമ്മൾ പറഞ്ഞ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. പക്ഷേ നേരെ കുറച്ച് HX ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈഡ്രജൻ ഹാലൈഡുകളാണെങ്കിൽ ഇത് സംഭവിക്കുക ഏറ്റവും റിയാക്ടിവിറ്റി HI ക്കാണ്, പിന്നെ ആർക്കാണ്, HBr-നാണ്, പിന്നെ HCl-നാണ്, പിന്നെ HF-നാണ്. റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ബോണ്ട് വളരെ വീക്കാണ് HI, അതുകൊണ്ട് പെട്ടെന്ന് റിയാക്റ്റീവ് ആണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ല മക്കൾ, അത് നിങ്ങൾ ബോക്സ് എഴുതി വെക്കാം കേട്ടോ, അത് ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത പറയാൻ എന്താണ്, പറയാനുള്ളത്, കാരണം ഇതിലൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ മെക്കാനിസം ആണ് നേരത്തെ പറഞ്ഞ, ഈ പറയുന്ന ഹാലോജനേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഹോമോളിസ് നടത്തും. അവിടെ ഇനീഷിയേഷൻ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ക്ലോറിൻ ഫ്രീ റാഡിക്കൽ കിട്ടും. അതേപോലെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ഉണ്ട്, അതും ഇതേപോലെ തന്നെ എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ ഫൈനലി എന്ത് ചെയ്യും, ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ എല്ലാം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം രണ്ട് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ മക്കളെ, രണ്ട് മിഥൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിഥൈൽ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യും,
അവിടെ മിഥൈൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും, അതേപോലെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. അവസാനം എന്ത് ചെയ്യും? CCl4 ഒക്കെ ഉണ്ടായതിനു ശേഷം ഈ മിഥൈൽ ഫ്രീ റാഡിക്കൽ തമ്മിൽ കമ്പൈൻ ചെയ്ത റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്ത് Cl2 ഉണ്ടാകും. അത് പിന്നെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് പിന്നെ റിയാക്ഷൻ സ്റ്റോപ്പ് ആയി. ബാക്കിയുള്ള CH3 ഫ്രീ റാഡിക്കൽ കൂടി ഇതേൻ ഉണ്ടാകും. അങ്ങനെ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം ഇത് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ജസ്റ്റ് ഹൈഡ്രജൻ മാറ്റി ക്ലോറിൻ കയറിയിരിക്കുന്നു, ഹാലോജൻസ് പരിപാടിയാണ്, ഫ്രീ റാഡിക്കൽ മെക്കാനിസം, ദാറ്റ്സ് ഇറ്റ്. അത്രയും മതി. ഇനി കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ലടാ, നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രോ കാർബൺ എടുത്ത് കത്തിക്കാം. ഹൈഡ്രോ കാർബൺ കത്തിക്കുന്ന സമയത്ത് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് പഠിക്കണം? എൻട്രൻസ് പഠിക്കുന്ന കുട്ടി എന്ത് പഠിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കണം. കാരണം തെർമോഡൈനാമിക്സ് പോലുള്ള ചാപ്റ്ററിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. CH2n+2 പ്ലസ് 3n+1/2 ഓക്സിജൻ ഗീവ്സ് NCO2 പ്ലസ് n+1 H2O എന്ന് പറയും. അതായത് നമ്മൾ എടുക്കുന്ന ആൽക്കൈന്റെ ഫ്ലക്സ്, നമ്മൾ എടുക്കുന്ന CH4 മിഥൈൻ ആണെന്ന് വിചാരിക്കും. ഒരു ആൽക്കൈനിന്റെ കമ്പഷന്റെ ഫോർമുല ചോദിച്ചാൽ എങ്ങനെ ഇതെന്ന് റിയാക്ഷൻ എങ്ങനെ ഇതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഫോർമുല അറിഞ്ഞാൽ മതി. അതായത് ഞാനിപ്പോൾ ആൽക്കൈൻ എടുക്കുന്നെങ്കിൽ മീഥൈൻ എടുക്കുന്നെങ്കിൽ അതിന് എന്നിന്റെ വാല്യൂ എത്ര മക്കളെ? 1 അല്ലേ? 1 ആണ്. അപ്പൊ എനിക്ക് ഞാൻ എത്ര ഓക്സിജൻ എടുക്കണം കത്തിക്കാൻ വേണ്ടിയിട്ട്, കമ്പസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? 3n+1/2, അതായത് 3 × 1 + 1 എന്ന് പറഞ്ഞാൽ 4/2, 2 ഓക്സിജൻ എടുക്കണം, 2 ഓക്സിജൻ എടുക്കണം. ഇനി എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും? എന്നിന്റെ വാല്യൂ 1 അല്ലേ? അപ്പൊ എന്തായിരിക്കും ഉണ്ടാവുക? 1 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇനി 1+1 വാട്ടർ ഉണ്ടാവും, എന്ന് വെച്ചാൽ 1 + 1 2 വാട്ടർ ഉണ്ടാവും. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. അത്രേ ഉള്ളൂ കാര്യം. റെഡിയല്ലേ മക്കളെ? യെസ്. ഇനി നമ്മൾ ഇതൊരു എന്താണ് ഇമ്പോർട്ടന്റ് സാധനമാണ്. ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഫോം ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ഞാൻ മീഥൈനെ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസിനെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഇതേപോലെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? കാർബണാണ് ഉണ്ടാവുക. കാർബണും വാട്ടറും ഉണ്ടാവുക. കാർബണും വാട്ടറുമാണ് ഉണ്ടാവുക. ആ കാര്യം ഓർത്തിരിക്കും. എന്റെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ആണെങ്കിൽ ഇവിടെ കാർബണും വാട്ടർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഞാൻ ഓക്സിജന്റെ പ്രസൻസ്, ഇപ്പം ഇൻകംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഓക്സിജൻ അവൈലബിൾ ആണ്. പക്ഷെ എന്താണ്, ഞാൻ കൺട്രോൾ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? കമ്പസ്റ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്താണ് കമ്പസ്റ്റ് ചെയ്യുന്നത്. അതിന് വിളിക്കുന്ന കൺട്രോൾഡ് കമ്പഷൻ എന്ന് വിളിക്കും. ഇത് വേണമെങ്കിൽ കാണാതെ പഠിച്ചു വെക്കണം. കാരണം ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. അപ്പൊ മിഥൈനും ഓക്സിജനുമായിട്ട് ഓക്സിജൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് കൺട്രോൾ ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താ? ചില റിയേജന്റുകൾ മാറുന്നത്, ചില കണ്ടീഷൻസ് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും ഡിഫറന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ മിഥൈൻ എടുക്കുന്നു, അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, കമ്പസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ഞാൻ എടുക്കുന്ന ആരാണ്? കോപ്പർ 523 കെൽവിൻ 180 ആണ്. എനിക്ക് കിട്ടുന്നത് എന്താണ് മക്കളെ? മെത്തനോൾ ആണ്. നേരെ മറിച്ച് ഞാൻ മോളിബ്ഡൻ ഓക്സൈഡ് എടുത്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഫോർമാൽഡിഹൈഡ് കിട്ടും. നേരെ മറിച്ച് ഞാൻ എടുക്കുന്നത് എന്താണ് മക്കളെ? ഞാൻ ഓക്സിജൻ ആണ് വിചാരിക്കുക. അതേപോലെ തന്നെ ഇഥൈൻ ആണ് എടുത്തത്. ഇഥൈൻ ഞാൻ എന്ത് ചെയ്യുന്നു? മോളിബ്ഡിനും അസറ്റേറ്റുമായി റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും മക്കളെ? എനിക്ക് എത്തനോയിക് ആസിഡ് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വേറെ കാര്യങ്ങൾ, കോൺസെപ്റ്റ് ഇതിനകത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എടുക്കുന്ന കണ്ടീഷൻസും അതേപോലെ റിയേജൻസ് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റും കമ്പസ്റ്റന്റെ അല്ലെങ്കിൽ കമ്പഷന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്സിഡേഷന്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ കുട്ടികളെ? യെസ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ് മക്കളെ? ഇവിടെ ഓക്സിഡേഷൻ നടത്തുന്നു KMnO4. അപ്പൊ എന്താ മക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന CH3CH എന്ത് മാറും? എന്ത് മാറും? CH3 COH ആയി മാറും, ആൽഡിഹൈഡ് ആയി മാറും. ഓക്കെ, ആൽഡിഹൈഡ് ആയി മാറും. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. യെസ്. മനസ്സിലാവുന്നു വിചാരിക്കുന്നു. മനസ്സിലാവുന്നില്ലേടാ? സംഭവം എന്താ? CH3 ഇതാണ് സംഭവം. ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം KMnO4 ഓക്സിജൻ ഇതേമായി എന്താവും മക്കളെ? ഈ പറയുന്നത് ഇവിടെ ആര് കയറിയിരിക്കും? ആര് കയറിയിരിക്കും? ഒന്നുമില്ല, വളരെ സിമ്പിൾ കാര്യം. ഹൈഡ്രോ കാർബൺ അതേപോലെ ആൽക്കഹോളായി മാറും. ആൽക്കഹോൾ, അത്രയേ ഉള്ളൂ കാര്യം. CH3 CHOH COH കണ്ടോ? ആൽക്കഹോളായി മാറി. ഹൈഡ്രോ കാർബൺ ആൽക്കഹോളായി മാറി ഓക്സിഡൈസ് ചെയ്തതിനാണ്. അപ്പൊ ആൽക്കഹോളിക് KMnO4 നമ്മൾ ഉപയോഗിച്ച് എന്നിട്ടും ഓക്സിഡേഷൻ നടക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഐസോമറൈസേഷൻ, നിങ്ങൾ ഇക്വേഷൻ ബുക്കിൽ കേട്ടിട്ടുള്ള ആളാണ് ഐസോമറൈസേഷൻ. ഐസോമറൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ആരാന്ന് വെച്ചാൽ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് HCl. നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അൺഹൈഡ്രസ് CH3 HCl കണ്ടാൽ നിങ്ങൾ മൈൻഡ് എങ്ങോട്ട് പോകണം? ആ ഐസോമറൈസ് റിയാക്ഷൻ ആണ്. അതായത് മക്കൾ ഐസോമറിന് ഫോം ചെയ്യും. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്നത് N-ഹെക്സൈൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന N-ഹെക്സൈൻ എന്ന് വിചാരിക്കും. N-ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ 6 കാർബണാറ്റമുള്ള ഹെക്സൈൻ, 6 കാർബണാറ്റമുള്ള ആൽക്കൈൻ ആണ്. അപ്പൊ അതിന്റെ ഐസോമറായുള്ള 2 മിഥൈൽ പെന്റേനും 3 മിഥൈൽ പെന്റേനൊക്കെ എന്ത് ചെയ്യും? പെന്റേനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 3 മിഥൈൽ പെന്റേനോടൊക്കെ എന്ത് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒന്നുമില്ല, സിംപ്ലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹെക്സൈനിന്റെ എന്താണ് ഐസോമർ ആണ് ആര്? 2 മിഥൈൽ പെന്റേൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഐസോമർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ്, ഐസോമറസിന് ഉപയോഗിക്കുന്ന റിയേജന്റ് ആരെന്ന് വെച്ചാൽ നിങ്ങൾ അൺഹൈഡ്രസ് CH3 HCl ആണ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ മറ്റേ ഇക്വേഷൻ ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും അൺഹൈഡ്രസ് CH3 HCl കണ്ടു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഐസോമറൈസേഷൻ ആണ്. ഇനി അരോമാറ്റൈസേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ട പരിപാടി എന്ന് പറഞ്ഞാലാണ് ഈ പറയുന്ന എൻസൈമുകളാണ്. അതായത് ഈ പറയുന്ന റിയേജന്റുകളാണ്. ക്രോമിക് ഓക്സൈഡ്, വനേഡിയം ഓക്സൈഡിൻ, മോളിബ്ഡിനം ഓക്സൈഡിന് 773 കെൽവിൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കുക എന്താണത്? നിങ്ങൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട അരോമാറ്റൈസേഷൻ സഹായിക്കുന്ന ആൾക്കാരാണ്. ആരാണ്? അരോമാറ്റൈസേഷൻ സഹായിക്കുന്ന ആൾക്കാരാണ്.
ഓക്കെ, അന്ന് വെച്ചാൽ അരോമാറ്റസ് പറയുമ്പോൾ അത് ലീനിയർ ആയിട്ടുള്ള ആൾ സൈക്ലിക് ആയ ആൾക്കാരെ അല്ലെങ്കിൽ ലീനിയർ ആൾക്കാരെ റിംഗ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ സൈക്ലൈസ് ചെയ്ത് ബെൻസി റിങ്ങുകളായി മാറ്റുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തുണ്ട്, ഇവിടെ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് 1 2 3 4 5 6 കാർബണാറ്റം ഉണ്ട്. അപ്പൊ 6 കാർബണാറ്റുള്ള റിംഗ് എന്താണ്, ബെൻസി റിംഗ് ആണ്. ഓക്കെ, അത് അരോമാറ്റിക് ആയുള്ള ബെൻസി റിംഗ് ആണ്, അല്ലാതെ എന്താ വെറും സൈക്ലിക് ആക്കി മാറ്റിയാൽ അത് അരോമാറ്റിക് ആക്കുന്നുണ്ട്. അരോമാറ്റൈസേഷൻ എന്ന് വിളിക്കുന്നു. ആരൊക്കെ ഉപയോഗിക്കും, CrO3 V2O3 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് അങ്ങനത്തെ കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കി വെക്കണം. ടോളുമിൻ ഈസ് എന്താണ്, മിഥൈൽ ഡെറിവേറ്റീവ് ഓഫ് ബെൻസീൻ ആണ്. അപ്പൊ വിച്ച് ആൽക്കൈൻ നമ്മൾ ഉപയോഗിക്കണം, അരോമാറ്റിക് ആയുള്ള ആൾ ഉണ്ടാക്കണ്ടേ, അരോമാറ്റിക് ആൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 7 കാർബൺ ആൾ ഉപയോഗിക്കണം. അതായത് 7 കാർബൺ ആൾ ഉപയോഗിക്കണം. C7H16 ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും മക്കളെ, നമുക്ക് ഈ പറയുന്ന ടൊളുവിനെ കിട്ടും. റെഡി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 7 കാർബൺ ആൾ ഇതുപോലെ ഉപയോഗിച്ചാൽ 6 കാർബൺ ആൾ റിംഗ് ഉണ്ടാക്കും, ബാക്കി ആൾ CH3 നിൽക്കും. ഓക്കെ അല്ലേ, ദാറ്റ്സ് തിങ്. റിയാക്ഷൻ സ്റ്റീം, നമ്മൾ സ്റ്റീമുമായി റിയാക്ട് ചെയ്യാൻ സ്റ്റീം റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സ്റ്റീം പറയുമ്പോൾ നമ്മൾ ആൽക്കൈനിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. H2 ആണ്, H2O ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം എന്തിട്ട് മക്കളെ, നിക്കലിന്റെ പ്രശ്നം അപ്പം കിട്ടും, കാർബൺ മോണോക്സൈഡും വാട്ടറും കിട്ടും. ഇത് വിളിക്കുന്ന പേരാണെന്ത്, വാട്ടർ ഗ്യാസ് എന്ന് പറയും. വാട്ടർ ഗ്യാസ്, CO+2 വാട്ടർ ഗ്യാസ് ആണ്. അതേപോലെ പൈറോളിസ് പൈറോളിസ് പറഞ്ഞൊന്നുമില്ലടാ, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഹീറ്റ് കൊടുത്ത് ക്രാക്ക് ചെയ്യിപ്പിക്കുക. മീൻസ് ക്രാക്കിംഗ് എന്ന് വിളിക്കും, പൈറോളിസിലേക്ക് ക്രാക്കിംഗ്, അതായത് ഡീകമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അപ്പം 6 കാർബണാറ്റം ഉള്ള ഒരു ആൽക്കൈൻ ആണ്, എക്സൈൻ ആണ്. ഈ എക്സൈനെ പൊട്ടിച്ച് എനിക്ക് ഇത് എക്സാം ചോദിക്കാൻ പോകുന്നില്ല, കാരണം വെച്ചാൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഈ എക്സൈൻ എങ്ങനെ പൊട്ടിച്ചാലും എക്സിനെ പൊട്ടിക്കാൻ പല പ്രൊഡക്റ്റാണ് കിട്ടുക. വേണമെങ്കിൽ എക്സിനെ പൊട്ടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, 6 കാർബണുള്ള ആൽക്കീൻ കിട്ടും, പിന്നെ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ പൊട്ടിച്ച് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ആൽക്കീൻ കിട്ടും, അതായത് 4 കാർബൺ ആൽക്കീൻ കിട്ടും, പിന്നെ കുറച്ച് എന്താണ് 2 കാർബണുള്ള ആൽക്കീൻ കിട്ടും, പിന്നെ എന്തെങ്കിലും എന്താണ് 3 കാർബണുള്ള ആൽക്കീൻസ് കിട്ടും, 2 കാർബണുള്ള ആൽക്കീൻസ് കിട്ടും, അതേപോലെ 1 കാർബണുള്ള ആൽക്കൈൻ കിട്ടും. ഇങ്ങനെ പല ഫോമിൽ എന്ത് ചെയ്യും എനിക്ക് കിട്ടും. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ചോദിക്കാൻ ചാൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ മേ ബി എന്ത് ചെയ്യാം, ഇതിങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ XAB അല്ലെങ്കിൽ ഇയാളെ തന്നിട്ട് ഇയാൾ എന്താണെന്ന് ചോദിക്കും, അത്രയും ഒരു കാര്യം, അത് കൂടുതൽ. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിന്റെ എണ്ണം ബാലൻസ് ചെയ്താൽ മാത്രം മതി. കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അത് വേണം നോക്കി വെച്ചോ. പൈറോളിസ് ഓഫ് ആൽക്കീൻസ് ബിലീവ്ഡ് ടു ബി ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ. പൈറോളിസ് എന്ന് പറയുന്ന ഏത് മെക്കാനിസം ആണ്, ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രിപ്പറേഷൻ ഓഫ് ഓയിൽ ഗ്യാസ് ഓർ പെട്രോൾ ഗ്യാസ് ഫ്രം കെറോസിൻ ഓയിൽ ഓർ പെട്രോൾ ഇൻവോൾവ് പ്രിൻസിപ്പൽ പൈറോളിസ്. അതായത് നമ്മൾ പെട്രോൾ ഗ്യാസിനൊക്കെ എന്തുണ്ടാക്കാൻ കെറോസിൻ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ കെറോസിൻ ഓയിലൊക്കെ എന്തുണ്ടാക്കാണ്, ഇപ്പോൾ പെട്രോൾ ഗ്യാസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ ഉണ്ടാക്കുന്ന പരിപാടി എന്താണ് ആക്ച്വലി, അത് ഈ പറഞ്ഞ പൈറോളിസിന്റെ പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പ്രിപ്പറേഷൻ ഓഫ് ഓയിൽ ഗ്യാസ് ഓർ പെട്രോൾ ഗ്യാസ് ഫ്രം കെറോസിൻ ഓയിൽ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്, പൈറോളിസിസ് ആണെന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. ഡെക്കോഡിൻ പൈറോളിസ് മറ്റൊരു കാര്യമാണത്. ഇപ്പം ഡെക്കോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോഡക്കി എന്ന് പറഞ്ഞാൽ കെറോസിനുള്ള ഒരു കൺസ്റ്റിറ്റ്യൂവന്റ്, അത് മണ്ണെണ്ണയിൽ ഉണ്ടാകുന്ന ഒരു കണ്ടന്റാണ് ഡെക്കോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. എങ്ങനെ ഉണ്ടാക്കുന്നത് പറയാൻ പോകുന്നത്, ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇത് പ്ലാറ്റിനം പലേഡിയം നിക്കൽ, അപ്പൊ പ്ലാറ്റിനത്തിന് പലേഡിയം നിക്കലിന്റെ പ്രശ്നം ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും മിക്സ്ഡ് ഹെപ്റ്റൈനും പെന്റൈനും അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് 12 കാർബണാറ്റമുള്ള ആളാണ്. അപ്പൊ ഈ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആളും പെന്റൈൻ എന്ന് പറഞ്ഞാൽ 5 കാർബണാറ്റമുള്ള ആളുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. കാര്യം കൂടി നിന്ന് ഓർത്തിരുന്നാൽ മതി. യെസ്, ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, പ്രിപ്പറേഷൻസ് ഓഫ് എന്താണ്, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ പ്രിപ്പറേഷൻ പറഞ്ഞു, അതിന് ശേഷം റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞു. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ ഓഫ് എന്ത്, ആൽക്കീൻസ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഐസോമറിസങ്ങളാണ്, അത് കൺഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാനുള്ളത്. ഓക്കെ.